സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ഇത് സൂമിൽ നമുക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിന് നമുക്ക് ജഗദീശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എന്റെ പേര് സരിത, ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. ഇന്ന് എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് ഇന്ന് സൂമില് ഇരിക്കുന്നവരെല്ലാവരും. ഇന്നലെ എല്ലാവരും തന്നെ നേരിട്ട് കണ്ട ലീഡേഴ്സ് തന്നെ ആയിരിക്കണം ഇന്ന് സൂമില് ഇരിക്കുന്നത്. അപ്പോൾ 2 ദിവസത്തെ നമുക്ക് RTP പ്രോഗ്രാം പാലക്കാട് കഴിഞ്ഞ് എല്ലാവരും ഇന്ന് രാവിലെ വെളുപ്പിനൊക്കെ ആയിട്ട് എത്തിയിട്ട് ഉണ്ടാവുള്ളൂ. എന്നിരുന്നാലും നമ്മളുടെ ആ ഒരു പ്രൊഫഷനും നമ്മളുടെ ഒരു ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ശരീരത്തിലും മനസ്സിലും എല്ലാം ബയോട്ടോറിയം എന്നുള്ളൊരു ചിന്ത മാത്രമായിട്ട് വന്നിരിക്കുന്ന ഇന്ന് കുറച്ചുകൂടി എനർജിയോടുകൂടി അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു എനർജിയോടുകൂടി തന്നെയാണ് ഇന്ന് സൂം അറ്റൻഡ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ആ ബയോട്ടോറിയത്തിന്റെ ഒരു എനർജിയാണ് ഇന്ന് നമ്മളെ ഇവിടെ ഇരുത്താൻ സഹായിച്ചിട്ടുള്ളത്. കാരണം അത്രയും ക്ഷീണവും എല്ലാവർക്കും യാത്രയൊക്കെ ചെയ്തിട്ട് വന്നിരുന്ന വ്യക്തികൾ പോലും കൃത്യമായിട്ട് ഇന്നത്തെ സൂമിൽ അറ്റൻഡ് ചെയ്തിരുന്നുണ്ട്. സന്തോഷം. ഇന്ന് എന്തായാലും ആ ഒരു എനർജിയോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ NGO അറ്റൻഡ് ചെയ്യാൻ നമുക്ക് എടുക്കാൻ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഗ്രേറ്റ് ലീഡർ. നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷനും മെന്ററും ഒക്കെ ആയിട്ട് എപ്പോഴും കൂടെ ഏതൊരു ആവശ്യത്തിനും നമ്മളുടെ കൂടെ നമ്മൾ അങ്ങോട്ട് വിളിച്ചാലും ഇങ്ങോട്ട് വിളിച്ചും എല്ലാം നമ്മളുടെ ഓരോ കാര്യങ്ങളും തിരക്കിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡറായ അഭിലാഷ് കുമ്പളങ്ങി സാറാണ്. സാറിനെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത്രയും സാറിന്റെ ക്ലാസ്സുകൾ, ഓരോ ക്ലാസ്സുകളും നമ്മൾ കേട്ടിരിക്കുന്നതാണ്. അത്രയും പ്രയോജനവും നമുക്ക് അത്രയും ഇൻസ്പിറേഷനും കൂടി തരുന്ന ഒരു ക്ലാസ് തന്നെയാണ് അഭിലാഷ് സാറിന്റെ. നമുക്ക് അദ്ദേഹത്തെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഹാർദവമായി ക്ഷണിക്കാം. വെൽക്കം അഭിലാഷ് സാർ. Yes, thank you, Sarita. Thank you very much. Audible അല്ലേ? കേൾക്കാം സാറേ? Yes, yes. Good morning all. Good morning, sir. Abhilash sir, good morning. Yes, yes. Thank you. Alika, good morning. Salimika, good morning. ഒരുപാട് പരിചിത മുഖങ്ങളുണ്ട് ചേച്ചി. Yes, yes. സന്തോഷായിട്ട്. അല്ല, സരിത പറഞ്ഞതുപോലെ എല്ലാവരും ഒരു 170-170 വരുന്ന പ്രിയപ്പെട്ടവരെ നേരിട്ട് കാണാനും 2 ദിവസം ഒരുമിച്ച് ചെലവഴിക്കാനും ഒക്കെ കഴിഞ്ഞു. ജീവിതത്തിൽ വലിയ ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനമെടുത്തു പോയ ഒരു 2 ദിവസമാണ് കഴിഞ്ഞു പോയത്. എല്ലാവരും ഏറെ വൈകിയൊക്കെ വീട്ടിലെത്തിയ ആളുകളുണ്ട്. ഇന്നിപ്പോ സൂമിന്റെ പാർട്ടിസിപ്പേഷൻ നോക്കിയാൽ നമുക്ക് കാണാം വളരെ കുറഞ്ഞ പാർട്ടിസിപ്പേഷൻ ആണ്. കാരണം പല ആളുകളും വലിയ ദൂരം പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെ ആയിട്ട് പല ജില്ലകളിൽ, കണ്ണൂരും കാസർഗോഡും ഒക്കെ അടക്കം കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്ന് തന്നെയുള്ള പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. നൈന മാഡം ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണ്. അപ്പൊ ഇന്ന് തുടക്കം മുതലേ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാരണം, ജീവിതത്തിൽ നമ്മള് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാക്രിഫൈസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. മാറ്റിവെക്കാനായിട്ടും പറയാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവന്നാലാണ് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. എനിവേ, അങ്ങനെ മാറ്റിവെക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അത്തരം ചില മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകൾക്കാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഈ ബയോട്ടോറിയം ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എനിവേ, ഇന്നത്തെ ഒരു സബ്ജക്റ്റ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട്. ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, NDO എന്ന് പറഞ്ഞാൽ ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ്. പുതിയ വ്യക്തികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ ചെയ്യണം എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഫിസിക്കൽ മീറ്റിങ്ങുകളിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് നമ്മുടെ സൂമിൽ കൂടി അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ചർച്ച ചെയ്തു പോകുന്നത്. പുതിയ ആളുകളും പഴയ ആളുകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പല പ്രോഗ്രാമുകളിൽ നിരന്തരമായി കേട്ടുപോരുന്ന കാര്യങ്ങളാണ്.
നിരന്തരമായി കേട്ടു എന്നുള്ളത് കൊണ്ട് നമുക്ക് സക്സസ് ആവണമെന്നില്ല. ബയോട്ടോറിയത്തിൽ സക്സസ് ആവുന്ന ആളുകള് എങ്ങനെയുള്ള ആളുകളാണെന്ന് ചോദിച്ചാൽ, നിരന്തരമായ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ആണ് സക്സസ് ആവുന്നത്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് സക്സസ് ആവുന്നത്, കേട്ടത് കൊണ്ട് മാത്രമല്ല. അപ്പൊ ആരെല്ലാം ഇത് ജീവിതത്തിൽ പ്രയോഗിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇവിടെ എന്റെ ആദ്യത്തെ ചോദ്യം. അപ്പൊ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ നിങ്ങൾക്കൊന്ന് യെസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ കഴിയാവുന്ന ആളുകൾ. ഇപ്പൊ ഞാനത് പറയുമ്പോൾ ഞാനത് പറയാൻ പലപ്പോഴും അർഹനല്ല. കാരണം രാവിലെ സമയം നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് സൂമിൽ ഓൺ ചെയ്തിരിക്കാൻ വേണ്ടി കഴിയുന്ന. യെസ് അലിക, യെസ്. അപ്പോ കഴിയുന്ന ആളുകൾ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. കാരണം നമ്മൾ ഈ വെറുതെ ഇങ്ങനെ സ്ക്രീനിൽ നോക്കി സംസാരിക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോ അലിക്കെ പോലെ സലീമിക്കൊക്കെ പോലെയൊക്കെ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് നിങ്ങൾ എന്തെങ്കിലും ഒരു സമയത്ത് ഈ സൂമിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ഉള്ള ഒരു ഇത് നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്ക്രീനുകൾ ഓൺ ചെയ്തിരിക്കാൻ കഴിയാവുന്ന ആളുകൾ, രാവിലെ സമയമാണ്, ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. അപ്പൊ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് എസ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുള്ളത്. എനിവേ കമന്റ് ചെയ്യാത്ത ആളുകളും ഉണ്ടാവാം, അങ്ങനെയുള്ള ആളുകൾ. കാരണം ഇതിൽ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യണമെന്ന് അറിയില്ലാത്ത ആളുകളും ഈ ഒരു സൂമിന്റെ ഭാഗമായിട്ടുണ്ട്. എനിവേ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി ബേസ് അല്ല നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് ഓരോരുത്തരും കടന്നു വരുന്നത്. പല പല കാറ്റഗറിയിലുള്ള ആളുകളാണ് വരുന്നത്. ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഏത് വ്യക്തികൾക്കും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ, വിജയിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. എനിവേ നമ്മുടെ പ്രോഗ്രാം പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് പോയിന്റുകൾ, ഒരു 8 ഡ്യൂട്ടീസ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഒരു ഡ്യൂട്ടീസ് ഓഫ് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ. ഒരു പുതിയ വ്യക്തി നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബിസിനസ് ആരംഭിച്ച് ചിലപ്പോൾ ഇന്നലെ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ ഈ ആ ഒരു 10-24 മണിക്കൂറിനുള്ളിൽ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ടും 1 വർഷമായിട്ടും കഴിഞ്ഞ 1-2 വർഷത്തിനിടയിലൊക്കെ ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ, അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഈ ബിസിനസിനെ കുറിച്ചോ ആരോടും പറയരുത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഡ്യൂട്ടി. നമ്മൾ ഈ ബിസിനസിനെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് വരെ, ഒരു അടിവരയിട്ട് പറയാം, ഇത് നിങ്ങൾ സ്വന്തമായി പറയാൻ പഠിക്കുന്നത് വരെ ആരോടും നേരിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യം, ഇച്ചിരി പ്രയാസമുള്ള കാര്യം. കാരണം ഒരു 23,000 രൂപക്കോ ഒരു 25,900 ഒക്കെ പ്രൊഡക്റ്റ് മേടിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇത് പറയാതിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച്. സ്വാഭാവികമായിട്ടും പറയാതിരിക്കുന്നതിനുള്ള ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവും. നമ്മൾ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞാൽ, തിരിഞ്ഞു നോക്കിയിട്ടാണ് സാധാരണ ചോദിക്കുന്നത്, അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് മലയാളികൾ. ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയേ ചെയ്യൂ എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ സംഭവിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒന്ന് ആദ്യം പറയാം. മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ബിസിനസ് ആരംഭിച്ച ആളുകൾ ഇതിന്റെ കുറെ ടെസ്റ്റിമോണിയൽസ്, വീഡിയോസ് ഉണ്ടാവും. നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് പറയുന്ന നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാറ് പറയുന്ന വീഡിയോസ് ഉണ്ട്. കുറെ റിസൾട്ടുകളുടെ പിക്ചറുകൾ, വെരിക്കോസ് വെയിൻ മാറിയത്, ബിഫോർ ആഫ്റ്റർ, പിന്നെ ഷുഗറിന്റെ റിസൾട്ട്, കുറച്ച് മുന്നേ ഉള്ള റിസൾട്ട്, ഇപ്പൊ വന്നിട്ടുള്ള റിസൾട്ട്, തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടുകൾ. ഇതെന്ത് ചെയ്യും, നമ്മുടെ ലീഡർ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്തിട്ടുള്ള ആളെ നമ്മുടെ വാട്സാപ്പിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് രാവിലത്തെ സ്റ്റാറ്റസ്, നമ്മുടെ എല്ലാവരുടെയും സ്റ്റാറ്റസ് നോക്കിയാൽ ഈ സ്റ്റാറ്റസിൽ കിടക്കുന്നത് ഈ ബയോട്ടോറിയം, നമ്മുടെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ കുറേ സാധനങ്ങൾ ഇങ്ങനെ വാട്സാപ്പിലേക്ക് സ്റ്റാറ്റസ് ആയിട്ടുണ്ടാവും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന സെയിൽസ് അല്ലേ ഇത്. സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വിളികൾ വരില്ലേ. എന്റെ അനുഭവത്തിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ്സിലുണ്ട്.
10-40 ലക്ഷം രൂപ ഈ ബിസിനസ്സിലൂടെ വരുമാനം മേടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ്, ഒരാള് പോലും എന്റെ സ്റ്റാറ്റസ് കണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ഞാൻ പുതിയ ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് എനിക്ക് പ്രൊഡക്റ്റ് വേണം എന്ന് ആവശ്യപ്പെട്ടു. കാരണം ഈ വെരിക്കോസ് വെയിനും തൈറോയിഡിനും ഷുഗറിനും ഒക്കെ ഒരുപാട് റിസൾട്ട് കിട്ടിയ പല പല കമ്പനികൾ, നമ്മൾ വിചാരിക്കും ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരേ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയെ ഇന്ത്യയിലുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. നൂറുകണക്കിന് കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ പങ്കുവെച്ചുകൊണ്ടുള്ള വീഡിയോസും അതിന്റെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ നമുക്ക് പല സ്റ്റാറ്റസുകളിലും കാണാം. അങ്ങനെ ഇന്ന് വരെ എന്റെ ലൈഫിൽ ഒരാൾ പോലും ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. അത് പറയാൻ കാരണം നിങ്ങൾ അടുത്ത ഡ്യൂട്ടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടോ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ കണ്ടിട്ടോ ആരും നിങ്ങളോട് ഈ പ്രൊഡക്റ്റ് മേടിക്കില്ല. എളുപ്പത്തിൽ നമ്മൾ ബിസിനസ് ആരംഭിക്കുന്ന ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാർ ഇത് എങ്ങനെ എളുപ്പത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിയും? എളുപ്പത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എളുപ്പത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിയും. അതിന് കുറുക്കു വഴികൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇത്തരം അപകടങ്ങളിൽ ചെന്നുപെടുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ഡ്യൂട്ടി ആരോടും ഇതിനെക്കുറിച്ച് പറയരുത്. എളുപ്പ വഴികൾ ഇവിടെയുണ്ട്. അത് കൃത്യമായി പാലിക്കുന്ന ആളുകൾക്ക് അത് സിമ്പിൾ ആയിട്ട് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഈ ബിസിനസ് സ്വന്തമായി പഠിക്കുന്നത് വരെ, നല്ല വൃത്തിക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത് വരെ ആരോടും. അപ്പൊ ഇത് കണ്ണുടച്ച് ചില ആളുകൾ ഇന്നും 1 വർഷമായിട്ടും ഞാൻ ഇത് ആരോടും പറയില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോടല്ല, ഇത് പഠിക്കുന്നത് വരെ എന്നുള്ള ഒരു അണ്ടർലൈനും കൂടി ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഇതിനെ കുറിച്ച് പറയാം. ഇനി അടുത്ത പോയിന്റ്, നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാവാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഒരു പർപ്പസ് ഉണ്ടാവാം. ഈ പ്രോഡക്റ്റ് മേടിച്ച സമയത്ത് നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ള അനുഭവങ്ങൾ, ഈ 90% ആളുകളും ഈ ബിസിനസിന്റെ ആശയം മനസ്സിലാക്കി വന്നിട്ടുള്ള ആളുകളായിരിക്കണമെന്നില്ല. മറിച്ച് ഈ പ്രൊഡക്റ്റിന്റെ ഗുണമേന്മയെ കുറിച്ച് മനസ്സിലാക്കി ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഇന്ന കാര്യങ്ങൾക്ക് മെച്ചമുണ്ടാവും, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവും, ഇനി അസുഖങ്ങളിലേക്ക് പിടിപെടാതെ ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് നമ്മളെ കണക്ട് ചെയ്ത നമ്മുടെ ലീഡർ പറഞ്ഞു തന്നിട്ടുണ്ടാവാം. ആ പറഞ്ഞു തന്ന കാര്യങ്ങൾ അച്ചിട്ട പോലെ, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ അത്തരം റിസൾട്ടുകളും ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇതിനു വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച ആളുകളുണ്ട്. അപ്പോ പറഞ്ഞ് ഇന്ന് രാവിലെ, എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ കയറിയാൽ ഈ ബിസിനസ് ചെയ്യാനായിട്ട്, ഒരു പക്ഷേ വെറുതെ കയറി നോക്കുന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവണം. ഇതില് നമ്മൾ ഈ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള 1 മണിക്കൂർ സമയം ഈ ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഈ ബയോട്ടോറിയം ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം, ആ വിജയിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ മറ്റു പ്രോഗ്രാമുകളിലൊക്കെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിതിൽ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നതിനുള്ള വഴികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഒരു 5 സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ആ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മനുഷ്യരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. ആ മനുഷ്യരുടെ ഒരു 10-200 മനുഷ്യരുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ, നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്തിനാണ് 200 പേര്? 2 സെയിൽസ് എടുത്താൽ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് 200 പേരുടെ ലിസ്റ്റ്? ഞാൻ പറയാം, ഇതിന്റെ കാരണമുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 200 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി, സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നാൽ നമ്മൾ ഒരു 500-1000 ഒക്കെ ആളുകളെ വിളിച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ ആ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ നടത്തുന്നത്. ഒരു ലിസ്റ്റ് ഇടാൻ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ആദ്യത്തെ ഒരു 3-4-5 പേരുടെ പേരെഴുതും, എന്റെ ലിസ്റ്റ് എല്ലാം തീർന്നുപോയി. ഇത് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. എന്നാൽ ഒരു പ്രായപൂർത്തിയായ ഒരു 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 1000, മിനിമം 500 വ്യക്തികളെ ഡയറക്റ്റ് അറിയാവുന്നതും ഒരു 1000-2000 ആളുകളെ ഇൻഡയറക്റ്റ് ആയിട്ട് പരിചയമുള്ള ആളുകളാണ് ഒരു 18 വയസ്സ് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. അത്രയും ആളുകളെ പരിചയം ഉണ്ടാവും, അത്രയും ആളുകളോട് അടുപ്പമുണ്ടാവും, ബന്ധമുണ്ടാവും. ഇനി ഒരു 40 വയസ്സ് 45 വയസ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ജീവിതത്തിൽ ഒരു കുറെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളാണ് ഈ സൂമിൽ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ. എനിവേ, നിങ്ങളെ സംബന്ധിച്ച് ഒരു 200 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്
വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ ഒരു മിനിമം ഒരു 40 50 ആളുകൾ നമ്മുടെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലെ ഫാമിലിയിലുള്ള ആളുകളെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ, അവരെ ഒരു ലിസ്റ്റിലേക്ക് എഴുതി വെക്കുക. കാരണം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വേണ്ടപ്പെട്ട ഒരു വിലപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആവാൻ കഴിയാവുന്ന ഒരു അവസരം കിട്ടിയിട്ട് നമ്മൾ ആദ്യം പങ്കുവെക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരോടാണ്. അത് നമ്മുടെ ഫാമിലിയിൽപ്പെട്ട, നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതുള്ള, ചിലപ്പോ ഭാര്യ വീട്ടുകാരായിരിക്കാം, ചിലപ്പോ നമ്മുടെ അമ്മാവന്റെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നമ്മുടെ ആ റിലേഷൻ നമുക്കറിയാം. അത്തരം നമ്മുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം വിളിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുക. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നമുക്കൊരു ലിസ്റ്റിലേക്ക് ആക്കാം. അതെങ്ങനെ പോയാലും ഒരു 10-30 ആളുകൾ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടാവാം, നെയ്ബേഴ്സ് ഉണ്ടാവാം. ഇനി നമ്മുടെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ ഒരു 3-4-5 കാറ്റഗറീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ള നമ്മൾ ഏതെങ്കിലും ക്ലബുകളുമായിട്ടോ ഏതെങ്കിലും സമുദായ സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം. അത്തരം ആളുകളോട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇപ്പൊ അലി കേക പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ബന്ധങ്ങൾ ഉണ്ടാവാം. അത്തരം ലിസ്റ്റുകൾ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ നോക്കിയാൽ 200-ൽ കുറയാത്ത ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്ന് 1 മണിക്കൂർ സമയമെടുത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനിത് ചെയ്തതിന് ശേഷമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്, ഇങ്ങനെ തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് ഒരു 20 പേരുടെ പേര് നിങ്ങളുടെ ലീഡറിന് അല്ലെങ്കിൽ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ലൈൻ ലീഡർ ഉണ്ടാവും. അത് ഒരുപാട് കാലം മുന്നേ വന്നിട്ടുള്ള ആളുകളായിരിക്കണമെന്നില്ല, മറിച്ച് ഒരു 4-5 മാസമോ ചിലപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങളെക്കാൾ മുന്നേ ഈ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അവരുടെ സപ്പോർട്ടോട് കൂടി ഒരു 20 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഡ്യൂട്ടി എന്നുള്ളത്. ഒരു 20 പേരുടെ ഏറ്റവും അവിടെ നമ്മളൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഇത്തരം മാനദണ്ഡങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ബിസിനസ്സിൽ ഈ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആദ്യമേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ആ രോഗം അവസ്ഥയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ രോഗികളെ കാണണ്ട എന്നുള്ള ഒരു അഭിപ്രായമൊന്നും എന്നെ സംബന്ധിച്ചില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാം. ഇനി ബിസിനസ് ആയിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകളോട് നിങ്ങൾ രോഗികളെ അന്വേഷിച്ച് പോവല്ലേ, രോഗികളുമുണ്ട് നമ്മുടെ നാട്ടിൽ, അത് നിങ്ങളുടെ ലിസ്റ്റുകളിൽ തന്നെ ഇരിക്കട്ടെ. അവരെയും കാണുക. ഒപ്പം ഈ ബിസിനസ്സിന് ആവശ്യമുള്ള ഏറ്റവും നീഡി ആയിട്ടുള്ള കുറച്ച് ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മുടെ ലീഡറിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ ആദ്യ പ്രസന്റേഷൻ ചെല്ലാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു 20 പേരുടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അടുത്തൊരു ഡ്യൂട്ടിയാണ്, 4ാമത്തെ ഡ്യൂട്ടിയാണ് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഡ്യൂട്ടി എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇതിലാണ് നമ്മൾ പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ ഈ ബിസിനസ് ആരംഭിച്ച് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഗുണം കിട്ടിയിട്ടുണ്ട്, ഇനി എങ്ങനെ അവരെ ഇതൊന്ന് കേൾപ്പിക്കുമെന്നുള്ളത്, ഇതിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതില്ല. വളരെ സിമ്പിൾ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും? നമ്മൾ പല ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഫോണാണ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂൾ എന്നുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ എന്നാൽ നുണ പറയാതെ അവരുടെ അടുത്തേക്ക് എത്തുക എന്നതാണ് ആദ്യത്തെ ഒരു ഇത്. നമുക്ക് 2-3 ടൈപ്പിൽ നമുക്ക് നമ്മുടെ ഈ ബിസിനസിന് വേണ്ടിയിട്ട് ആളുകളെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആളുകളോട് ഈ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും. ആദ്യത്തെ രീതി എന്നുള്ളത് പ്രധാനമായിട്ടും ഇതിൽ
ഒരു 80+ 1-to-1 പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഒരാളുടെ ബിസിനസ് പറയുന്ന പങ്കുവെക്കുന്ന ഒരു രീതിയാണ് വൺ എടുക്കുമ്പോൾ നമ്മൾ ഒരു കുതിരകൾ കൊടുത്തത് അങ്ങനെയാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരാളുടെ എന്റെ സുഹൃത്താണ് ഇപ്പൊ നൈന മാഡം എന്റെ സുഹൃത്താണ്. ഞാൻ നൈന മാഡത്തിനെ ഈ സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് വിളിക്കുക. നൈന മാഡത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് നൈന മാഡത്തെ ഇൻവൈറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് എന്നുള്ള ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതിൽ നമുക്ക് ഈ ഫോണിലൂടെ നമ്മുടെ ഈ സൂമിലൂടെ പങ്കുവെക്കുന്നതിനുള്ള പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ ആശയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഫോണിലൂടെ നമ്മളൊരു കാര്യം പങ്കുവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ സ്ഥിരമായി വിളിക്കുന്ന ഒരാളാണ്, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് നൈന മാഡം. ഞാൻ ഒരു പ്രത്യേകിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഇന്റിമേറ്റ് സുഹൃത്താണ് നൈന മാഡം എങ്കിൽ ഞാൻ അവിടെ ഇവിടെ ഞാനിപ്പോ ഈ പ്രയോഗിക്കുന്ന പദം പോലും നമുക്ക് അത് സൂട്ടബിൾ അല്ല. പലപ്പോഴും നമ്മൾ ഇത് നൈന എന്നാണ് ഞാൻ വിളിക്കുന്നത് എങ്കിൽ ഞാൻ നൈന എന്ന് മാത്രം വിളിച്ചാൽ മതി. അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പദങ്ങളും ഉപയോഗിക്കേണ്ടതില്ല. അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് ഇത് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം. എന്തായാലും ഞാൻ നൈനയെ ഫോണിൽ വിളിക്കുകയാണ്. നൈന ഇപ്പൊ എവിടെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ വിളിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ അവരെ വിളിക്കുന്നു. എനിക്ക് നിന്നെ ഒന്ന് കാണണം, എപ്പോ വീട്ടിലുണ്ടാവും എന്ന് ഞാൻ ചോദിച്ചാൽ അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. അവർ വീട്ടിലുള്ള സമയം പറയും. എന്താണ് കാര്യം എന്ന് ചില ആളുകൾ ചോദിക്കും. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തിനാണെന്ന് ചോദ്യങ്ങളൊന്നും എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ എന്റെ ഇന്റിമേറ്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, നീ എവിടെയാണ്, എപ്പോ വരും എന്ന് ചോദിക്കുള്ളൂ. ഇനി ഇങ്ങനെ ചോദിച്ചാൽ ചില ആളുകൾ തിരിച്ചു ചോദിക്കാറുണ്ട്, എന്താണ് കാര്യം എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം നിന്നെ നേരിട്ട് കാണിച്ചു തരാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഞാൻ നേരെ അവിടെ കാര്യങ്ങൾ തീർന്നു. ഒരു കാര്യം എനിക്ക് നിന്നെ കാണിച്ചു തരാനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഇൻവിറ്റേഷൻ പൂർത്തിയായി. കാണിച്ചു തരാനുണ്ട് ഫോണിലൂടെ പറഞ്ഞോ എന്ന് പറയുന്ന ആളുകൾ വളരെ വിരളമാണ്. ഇനി ഒരു വിധത്തിലുള്ള ഒരു ഇതുണ്ടാവരുത്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഫോൺ കട്ട് ചെയ്യാവുന്നതാണ്. അവരുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഏത് സമയത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടി പോകാൻ പറ്റുന്ന ഒരു സമയം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും സിമ്പിൾ ആണ്. ഇനി അവരുടെ ഒരു സമയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവരുടെ അപ്പോയിന്റ്മെന്റ് കൂടി ഫിക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ കസ്റ്റമറുടെ അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ആളുടെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും കറക്റ്റ് ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഒരാളെ പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രോജക്റ്റിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതില്ല. വളരെ സിമ്പിൾ ആയി നമുക്ക് ഫോണിലൂടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ചില ആളുകൾ എന്നാലും കുത്തി ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഒരു കാര്യം നിന്നെ കാണിച്ചു തരാനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ കാണിച്ചതാ എന്ന് പറയുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അവിടെ നമുക്ക് നമ്മുടെ ഇതെല്ലാം സാധ്യമാകുന്നത് നമ്മുടെ കോൺഫിഡൻസിലാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു വിധത്തിലുള്ള ഒരു ഡിസ്ട്രാക്ഷൻസും നമുക്ക് ഇതിൽ വന്നുപെടില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും പ്രൊജക്റ്റിനെ കുറിച്ചും ഒരു കോൺഫിഡന്റ് ഉള്ള ആളായിട്ട് നമ്മൾ മാറിയാൽ നമുക്കിത് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇതിന് ശേഷമാണ് ഒരു അപ്ലൈൻ ലീഡറുമായിട്ട് നിങ്ങൾ പോകുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ സമയം വേസ്റ്റ് ആക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ മാത്രമല്ല ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം ഒരുപാട് ആശയങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവാം. ഇത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു മഹിമ. ഇത് ഒരു വ്യക്തിയോട് ഡയറക്റ്റ് പറഞ്ഞാൽ, എന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, 100 പേരോട് അല്ലെങ്കിൽ ഒരു 10 ആളോട് പറഞ്ഞാൽ 8 വ്യക്തികളും ഈ പ്രൊജക്റ്റ്
അവരേറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുന്ന ഘട്ടത്തിലാണ് പല ആളുകളും പരാജയപ്പെട്ടു പോകുന്നത്. ഫോണിലൂടെ വേണ്ടുന്നതും വേണ്ടാത്തതുമെല്ലാം അവരുമായി പങ്കുവെക്കും. ഒടുക്കം അവിടെ ചെന്ന് നേരിട്ട് പറയാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കി മാറ്റിവെക്കരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ, ഏറ്റവും ലളിതമായ കാര്യങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വലിയ വലിയ മഹാവൃക്ഷങ്ങളിൽ, വടവൃക്ഷങ്ങളിൽ തട്ടിയല്ല ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ വീഴുന്നത്. ചെറിയ ചെറിയ കുറ്റിച്ചെടികളിലും വള്ളികളിലും ഒക്കെ തട്ടിയിട്ടാണ് നമ്മൾ വീഴുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക. ഈ അബദ്ധങ്ങൾ പറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിനുവേ. അടുത്ത ഡ്യൂട്ടിയും നമ്മൾ അവസാനിച്ചു. ഇവർക്ക് പല രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ 1-to-1 പ്രസന്റേഷൻ്റെതാണ് ഇന്ന് കമ്പനി എറണാകുളം BOP ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ പെരുമ്പാവൂരിൽ വെച്ച് രാവിലെ 10 മണിക്ക് നടക്കുന്നുണ്ട്. ഈ പെരുമ്പാവൂരിൽ വെച്ച് നടക്കുന്ന നമ്മുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ BOP സെന്ററുകളിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. നമുക്ക് 1-to-1 പ്രസന്റേഷൻ ആണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രസന്റേഷൻ രീതി. രണ്ടാമത്തെ രീതി, ഒരാളെ ആ BOP സെന്ററിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു വ്യക്തി 99% അദ്ദേഹം ബിസിനസ് ആരംഭിക്കും എന്നുള്ളതാണ് BOP സെന്ററുകളുടെ പ്രത്യേകത. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരുപാട് വ്യക്തികൾ ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ഈ ബിസിനസിന്റെ, ഈ പ്രൊഡക്റ്റിന്റെ കൃത്യമായ രീതിയിലുള്ള PPT പ്രസന്റേഷൻ അടക്കം, ഈ ബിസിനസ് പ്ലാനിന്റെ PPT പ്രസന്റേഷൻ അടക്കം നമുക്ക് നമ്മുടെ BOP സെന്ററുകളിൽ കാണാൻ വേണ്ടി കഴിയും. ആ BOP സെന്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ BOP സെന്ററിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഈ മുന്നേ പറഞ്ഞതുപോലെ കാര്യം പറയാതെ എന്നാൽ നുണ പറയാതെ തന്നെ ആയിരിക്കണം നമ്മുടെ ആളുകളെ കൊണ്ടുവരേണ്ടത്. ചില ആളുകൾ പറയും ഒരു BOP സെന്ററിലേക്ക് വിളിക്കുന്ന സമയത്ത് ഒരു ബിസിനസിനെ കുറിച്ച് കേൾക്കാനായിട്ടാണ് നിന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ള ആളായിരിക്കാം എന്നുള്ളത് കൊണ്ട് അവരത് നിരസിക്കാറുണ്ട്. മറിച്ച് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാനൊരു പ്രൊഡക്റ്റിന്റെ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലാസ്സും ഈ ബിസിനസ്സും ഒക്കെ കേട്ട് മടുത്ത കാര്യങ്ങളാണ്. ഇവിടെയും നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുക, നമ്മുടെ BOP സെന്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ പരമാവധി ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട്, ഇത്തരം വാക്കുകൾ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് BOP സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ്, സോറി. എനിവേ, നമ്മളെ BOP സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതികളൊക്കെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ തന്നെയായിരിക്കും നമ്മൾ വിളിക്കുന്നത്. അത് വിളിക്കുന്ന ആളുകളുടെ കാറ്റഗറൈസ് ചെയ്ത് അവരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി, ചില നമ്മളെക്കാൾ പ്രായം കൂടിയ ആളുകൾ വിളിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രയോഗിക്കാവുന്നതാണ്. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് പറയാം, ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അമ്മാവന്റെ അഭിപ്രായവും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ 1-1.5 മണിക്കൂർ സമയം ചെലവഴിക്കണം. ചില ആളുകൾ ഒരു 10 മിനിറ്റ് സമയം എന്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞു വിളിക്കാറുണ്ട്. 10 മിനിറ്റ് കൊണ്ടൊന്നും നമ്മുടെ പ്രോഗ്രാം അവസാനിക്കില്ല. മിനിമം 1 hour സമയം നമുക്ക് വേണ്ടി വരും. അവിടെയാണ് നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ സമയം അല്ലെങ്കിൽ അത്ര സമയമുള്ള ആളുകളെ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ BOP സെന്ററിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്, മൈക്ക് ഇങ്ങനെ സോറി, ചില ആളുകൾ അറിയാതെ ഓണായി പോണതാണ്. എനിവേ, നമ്മുടെ BOP സെന്ററിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഇത്തരം ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മൈക്ക് ഒന്ന് മ്യൂട്ടാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടില്ല, ചില കാരണങ്ങൾ കൊണ്ട്. ചില ആളുകൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. അപ്പൊ അത്തരം ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാത്തത്. എനിവേ, നമ്മൾ BOP സെന്ററിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ കുറച്ചുകൂടി പ്രായമുള്ള അല്ലെങ്കിൽ ചില അധ്യാപക വൃത്തിയിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ കുറെ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ചില ആളുകളെ വിളിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ പ്രോഗ്രാം സെന്ററിലേക്ക് ക്ഷണിക്കാം. ഇതെല്ലാം നമ്മുടെ കൺട്രോളിലായിരിക്കണം എന്നുള്ളതാണ്.
എല്ലാവരോടും അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ BOP സെന്ററിലേക്ക് കൊണ്ടുവരാ, അങ്ങനെ ക്ഷണിക്കാതിരിക്കുക. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് അവര് ഏത് തരത്തിലുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായി ഇവിടെയാണ് ലോജിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ മുന്നേ കണ്ടതുപോലെയുള്ള ഒരു വിധത്തിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ നമ്മൾ ഇവിടെ ചെയ്യാതിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ നമ്മുടെ BOP സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു രീതി എന്നുള്ളത് നമുക്ക് ഹോം മീറ്റിങ്ങുകളാണ്. ഏറ്റവും കൂടുതൽ സെയിൽസുകൾ എടുക്കാൻ കഴിയാവുന്ന ഒരു രീതിയാണ് ഈ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള എല്ലാവരുടെ വീടുകളിലും ഒരു ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹോം മീറ്റിംഗ് വളരെ എളുപ്പമാണ്. നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള വീടുകളിലുള്ള ആളുകൾ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഒരു 5-6 വ്യക്തികൾ അടങ്ങുന്ന അല്ലെങ്കിൽ ഒരു 10 പേരടങ്ങുന്ന ഒരു കൂട്ടത്തെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാം. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ്, ഈ ബിസിനസ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ പ്രസന്റേഷൻ അവിടെ വന്നിരുന്ന് ചെയ്യും. ആ പ്രസന്റേഷൻ ഇത്രയും ആളുകൾ, ഒരു 5-6 വ്യക്തികൾ ഒരുമിച്ച് നമുക്ക് പലപ്പോഴും ഒരു വീട്ടിൽ ചെന്ന ഒരു 1-to-1 പ്രസന്റേഷന് സമയം നമ്മൾ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അവിടെ ചെന്നാൽ അവിടെ 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഒരാളോട് പ്ലാൻ പ്രസന്റ് ചെയ്ത് നമുക്ക് സമയം കണ്ടെത്താൻ. ഇതേ സമയം കൊണ്ട് തന്നെ 5-6 വ്യക്തികളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഹോം മീറ്റിംഗിന്റെ പ്രത്യേകത. മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും ഈ കൃത്യമായി നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഈ ബിസിനസ്സിൽ പോസിറ്റീവായിരിക്കേണ്ട ഒരു കാര്യം. ഇവിടെ പല ആളുകളും നമ്മൾ ഒരു വർഷമായിട്ടൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാർട്ട്ണർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും കൃത്യമായി ബോധ്യം ഉണ്ടാവണം എന്നില്ല. അതിനുകൂടി വേണ്ടിയിട്ട് ഇന്ന് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഒരു ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യുക. ആ ഹോം മീറ്റിംഗിലേക്ക് വിളിക്കുക. എന്റെ വീട്ടിലേക്ക് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ ഒന്ന് വരണം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കും. ഇതേ കാര്യങ്ങൾ തന്നെ പറയാം. ഒരു കാര്യം എന്നോട് ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്, വന്നതിന് ശേഷം പറയാം. വൈകുന്നേരം 6 മണിക്ക് അല്ലെങ്കിൽ ഏത് സമയം എന്ന് വെച്ചാൽ ആ സമയം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഇരുത്തിയിട്ട് കൃത്യമായ രീതിയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞു കൊടുക്കാൻ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ഇൻവിറ്റേഷൻ പാർട്ട് കറക്റ്റ് ആയാൽ നമ്മുടെ സെയിൽസിന്റെ ഒരു 50% കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഈ ഇൻവിറ്റേഷൻ ആണ് പല ആളുകളും തകർന്നു പോകുന്നത്. പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. ഇനി ഇൻവൈറ്റ് ചെയ്തു കൃത്യമായി പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധാപൂർവം ആദ്യമായി ഇതിനെ കുറിച്ച് കേൾക്കുന്ന ആളുകളെ പോലെ കൃത്യമായ രീതിയിൽ ഇരുന്ന് കേൾക്കുക. അത് BOP സെന്ററിലാണെങ്കിലും 1-to-1 പ്രസന്റേഷൻ ആണെങ്കിലും ഹോം മീറ്റിംഗിലാണെങ്കിലും നമ്മുടെ അറ്റൻഷൻ നമ്മുടെ പ്രസന്റ് ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്യുന്ന എല്ലാവരും കൃത്യമായ രീതിയിൽ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ കേട്ടത് ഒരുപാട് തവണ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം. നമ്മൾ ആ സമയത്ത് ഒരാളെ കൊണ്ട് ഇരുത്തിയതിനു ശേഷം നമ്മൾ ഇറങ്ങി പുറത്തേക്ക് പോയാൽ അവരുടെ അറ്റൻഷൻ അവിടെ നഷ്ടപ്പെട്ടു. ഇത്രയും പ്രാധാന്യം മാത്രമേ ഇവൻ കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇവള് കൊടുക്കുന്നുള്ളൂ എന്ന് ധരിച്ചാൽ അവരൊരു പക്ഷേ ഈ ബിസിനസ് ആരംഭിക്കണമെന്നില്ല. ഇനി പ്രസന്റ് ചെയ്തതിന് ശേഷം കൃത്യമായ രീതിയിലാണ് നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്നതെങ്കിൽ ഒരു 90% ആളുകളും ആ ഓൺ ദി സ്പോട്ടിൽ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഈ പ്രൊഡക്റ്റ് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു 1-to-1 പ്രസന്റേഷനിൽ ഒരു ഡെമോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളുടെ ഒരു പ്രത്യേകത. ഓൺ ദി സ്പോട്ടിൽ ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു ബിസിനസ് എടുക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണത്തെ കുറിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇത്രയും ദൈവികമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എനിവേ നമ്മുടെ ആ ഒരു ഡെമോ കൂടി കാണിച്ചു കൊടുത്താൽ നമുക്ക് സെയിൽസ് എടുക്കാൻ വേണ്ടി കഴിയും. സെയിൽസ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതേ കാര്യങ്ങൾ തന്നെ അവരെ കൊണ്ട് ഇത് ലിസ്റ്റ് ഇടിപ്പിക്കുകയും കൃത്യമായ രീതിയിൽ നമ്മളെ ഈ ബിസിനസ് ആരംഭിക്കാത്ത ആളുകളുണ്ട്. ചില അടുത്തൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ പ്രസന്റേഷൻ കേൾപ്പിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അവരെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പല ആളുകൾക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഫോളോ അപ്പ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാനുള്ള മടി. പല ആളുകളെ വിളിച്ചുകൊണ്ട് ലീഡറിന്റെ ഒരു സമയമൊക്കെ എടുത്തിട്ട് എത്രയോ ദൂരെ പോയൊക്കെ ഫോളോ അപ്പ് അല്ലെങ്കിൽ പ്രസന്റേഷൻ കൊടുക്കും, പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ മടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബിസിനസ്സിൽ നമ്മുടെ സെയിൽസുകൾ ഭൂരിഭാഗവും കിട്ടിയിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം. നിങ്ങളും ഈ ബിസിനസ്സിൽ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട്. ഓൺ ദി സ്പോട്ടിൽ പ്രൊഡക്റ്റ് എടുക്കുന്ന ആളുകളുണ്ട്. ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് ബിസിനസ്സിലേക്ക് വന്ന ആളുകളുണ്ട്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ പ്രോഡക്റ്റ് ഒരാളെ പരിചയപ്പെട്ട് അടുത്ത സ്റ്റെപ്പിൽ ചിലപ്പോ ആ സമയം പൈസ എടുക്കാൻ ഇല്ലാത്ത ആളുകളുടെ ഭൂരിഭാഗം
ആളുകൾക്കും ചില അങ്ങനത്തെ ഒരു സാങ്കേതികമായ ഒരു തടസ്സം ഉണ്ടാകുന്ന ആളുകളുണ്ട്. അത്തരം അവസ്ഥയിൽ അവർ പൈസ അറേഞ്ച്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് തിരിച്ചു പോരുന്നു. ഒരു 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്രസന്റേഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫോളോ അപ്പ് ചെയ്യാൻ മടിയുള്ള ആളുകൾ ദയവ് ചെയ്ത് ഈ സമയത്തെ പാഴാക്കി കളയരുത്. നമ്മൾ ഫോളോ അപ്പിലാണ് സെയിൽസ് കിട്ടുന്നത്. നമ്മൾ ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും വളരെ എളുപ്പത്തിൽ വന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയും അവര് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിവേ, ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ചെയ്യുക. ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും പോയി പറയേണ്ടത് അവിടെ ഇല്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ പ്രസന്റേഷന് വന്ന ലീഡർ ഒരു പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല. അവിടെ നമ്മൾ ഡയറക്റ്റ് ചെന്നാലും ഈ കാര്യങ്ങൾ പൈസ മേടിക്കാൻ പറ്റും. കാരണം ഇവിടെ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ പോയി ക്യാഷ് മേടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോടാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ലീഡർ ഉണ്ടെങ്കിൽ ലീഡറെ കൂട്ടി തന്നെ പോവുക. ഇനി ഇല്ല എന്ന് വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യാതിരിക്കരുത്. അത് നിർബന്ധമായിട്ടും 24 അവേഴ്സിനുള്ളിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഇത് ചെയ്താൽ നമുക്ക് സെയിൽസ് കിട്ടുമെന്നുള്ളതാണ്. ഇനി ഫോളോ അപ്പ് ചെയ്യുക, സെയിൽസ് ക്ലോസ് ചെയ്യുക. സെയിൽസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞ ഒരു പാർട്ട് നമുക്ക് സെയിൽസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ 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 എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് പല ആളുകൾക്കും വീഴ്ച സംഭവിക്കുന്നത്. സെയിൽസ് ക്ലോസിംഗ് ആര് ചെയ്യോ, ലീഡർ ചെയ്യോ, ഞാൻ ചെയ്യോ, ചിലപ്പോൾ സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇവിടെ ആര് ചെയ്താലും എന്താണ് വേണ്ടത്? സെയിൽസ് ആണ് വേണ്ടത്. ലീഡർ ചെയ്തോ അല്ലെങ്കിൽ ഞാൻ പറയണോ എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ആര് പറഞ്ഞാലും സെയിൽസ് കിട്ടും. നമ്മള് സീരിയസ് ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ, അല്ല ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ ഒരാളോട് ക്യാഷ് ചോദിക്കാതെ ഒരാളും എടുത്ത് തന്നിട്ടില്ല ഇന്നുവരെ. അതുകൊണ്ട് ക്യാഷ് ചോദിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്. അത്രയും കോൺഫിഡന്റോടുകൂടി നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. ഇനി നമ്മുടെ ഫോളോ അപ്പ് ചെയ്ത് സെയിൽസ് ക്ലോസ് ചെയ്ത് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തൊരു ഡ്യൂട്ടി എന്നുള്ളത് അവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇതേപോലെയുള്ള സൂം മീറ്റിങ്ങുകളിലൂടെയും അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള വ്യക്തികളെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത്തരം മീറ്റിങ്ങുകൾ അവർക്കൊരു പറ്റുമെങ്കിൽ ഒരു മിനി NDOP നമുക്ക് അവർ കൊടുക്കുക. നേരിട്ട് ചെന്നിരുന്ന് ഇതിനെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അവരെ പ്രോഗ്രാമുകളിലേക്ക്, മാക്സിമം പ്രോഗ്രാമുകളിലേക്ക് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ഇനി അടുത്തൊരു ഡ്യൂട്ടി എന്നുള്ളത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും കൂടെയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ. നമ്മൾ ഇതൊന്നും ചെയ്യാതെ കൂടെയുള്ള ആളുകളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അത് കൃത്യമായ രീതിയിൽ പോവാത്തത്. നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടീസ് എന്നുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് കിട്ടും. പല ആളുകളും ഇതെല്ലാം എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എന്നാൽ സെയിൽസ് കിട്ടുന്നില്ല. ചില ആളുകൾ പറയുന്ന എനിക്ക് ഇതെല്ലാം അറിയാം പക്ഷെ എനിക്ക് സെയിൽസ് കിട്ടുന്നില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സെയിൽസ് കിട്ടിയിട്ടില്ല. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രക്തഓട്ടമുള്ള ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ആവശ്യവും അത്യാവശ്യമുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് മേടിച്ചാൽ മതി. എന്നാൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അപ്പം തന്നെ വാങ്ങിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് അത്യാവശ്യമുള്ള സാധനമായിട്ട് അവർക്കത് ഫീൽ ചെയ്യുകയും അവരത് കൃത്യമായ രീതിയിൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അവരെ കൊണ്ട് വീണ്ടും വീണ്ടും ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന മേഖല ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ ഒരു അവസരം, നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പ്ലാനും നമ്മുടെ പ്രൊഡക്റ്റും എല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ ടെസ്റ്റിമോണിയൽസിലൊക്കെ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്.
കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പല ആളുകളുടെയും അനുഭവങ്ങൾ നമ്മുടെ പ്രോഗ്രാമിലൂടെയൊക്കെ കേട്ടതാണ്. ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആരെ എടുത്തു നോക്കിയാലും നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ ഏകദേശം 4 കോടി രൂപയോളം അടക്കുന്ന ഒരു വലിയ വരുമാനം ഈ ബിസിനസ്സിലൂടെ നേടിയിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ മഹത്തായ ഓപ്പർച്യൂണിറ്റി ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്ക് ഉണ്ടാകുക. ഇതൊരു അവസരമാണ്. ഈ ബിസിനസ്സിൽ നമ്മൾ ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് വരുമാനം കിട്ടണമെന്നില്ല. നമ്മളിൽ ഈ ബിസിനസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഈ ബിസിനസ്സിൽ ഞാനുണ്ട്, ഞാൻ എൻട്രി അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സക്സസ് ആവണം എന്ന് ആഗ്രഹിച്ചാൽ കാര്യമില്ല. നമ്മളിൽ എന്ന് ഈ ബിസിനസ് ഉണ്ടായോ അന്നു മുതൽ നമുക്ക് നമ്മുടെ സക്സസ് ആരംഭിച്ചു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സാമ്പത്തികമായ സ്വാതന്ത്ര്യം, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പ്രവൃത്തി സമയം കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ പ്രവൃത്തി സമയം കൂട്ടിയെടുക്കാൻ ലോകത്തിൽ ഒരേ ഒരു മാർഗമുള്ളൂ, അതാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. നമ്മുടെ പ്രവൃത്തി സമയം ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് വർദ്ധിച്ചു വരുന്നത് ഈ ബിസിനസ്സിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ പോലെ ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന കുറച്ച് വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്താൽ നമുക്കും നമ്മുടെ കൂടെ വന്ന ആളുകൾക്കും ഒരേപോലെ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മഹത്തായ അവസരമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്, എന്റെ കയ്യിലും കിട്ടിയിട്ടുള്ളത്. ഇതിനെ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മനോജ് സാറ് 4 വർഷങ്ങൾക്ക് മുന്നേ ഈ ബിസിനസ് ആരംഭിച്ച സമയത്ത് അദ്ദേഹം ഒരു ബിഗിനർ ആയിരുന്നു. എടുത്തു കാണിക്കാനായിട്ട് അച്ചീവേഴ്സ് ഇല്ല, എടുത്തു കാണിക്കാനായിട്ട് ഈ ബിസിനസിന്റെ ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകളില്ല. ആ സമയത്ത് ഒരു ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി കാണിച്ച ഒരു ചങ്കൂറ്റമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് ഇന്ന് നമ്മളെ സംബന്ധിച്ച് 4 വർഷം ഇതിന്റെ ബാലാരിഷ്ടതകളെല്ലാം മാറിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിലൂടെ ഒരുപാട് ആളുകൾക്ക് ഈ പ്രൊഡക്റ്റിലൂടെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ വരുമാനം മേടിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള പ്രൂഫുകളാണ്. നിങ്ങൾക്കും ഈ ബിസിനസ്സിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഇന്ന് ആരംഭിച്ചിട്ടുള്ള വ്യക്തിക്കും ഇന്നേ ദിവസം തന്നെ വരുമാനം മേടിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട് പ്രിയപ്പെട്ടവർ. അതാണ് നമ്മുടെ ബൂസ്റ്റർ പ്ലാൻ. നമ്മുടെ ബൂസ്റ്റർ പ്ലാനിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണെന്ന് ചോദിച്ചാൽ ഒരു 100 PVയുടെ ബിസിനസ്, അതായത് ഒരു ഡബിൾ മാട്രസും അടക്കുന്ന ഒരു കോംബോ പാക്ക്, ഒരു 23,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കെയർ ഓഫിൽ ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കിട്ടുന്നത് 4,040 രൂപയാണ്. 4,040 രൂപ ഇന്ന് ഒരു സാധാരണ ഒരു തൊഴിലെടുക്കാൻ പോകുന്ന വ്യക്തി, 1,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു വ്യക്തി, 4 ദിവസം രാവിലെ മുതൽ പകലന്തിയോളം പണിയെടുത്താൽ കിട്ടുന്ന 1,000 രൂപ 4 ദിവസം കൂട്ടിവെക്കുമ്പോൾ ആണ് ആ ഒരു 4,000 രൂപ കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂർ സമയം ഈ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു വ്യക്തിക്ക് 4,040 രൂപ അയാളുടെ അക്കൗണ്ടിൽ വരാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത്രയും ദൈവികമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു വ്യക്തിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പറ്റിയാൽ അദ്ദേഹം ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത് മാത്രമല്ല, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇന്നുവരെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ മേടിച്ചിട്ടുണ്ട്, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ചില ആളുകൾ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ടാവാം. അവരിൽ നിന്ന് ഒരു ഗുണവും നമുക്ക് കിട്ടില്ല. മറിച്ച് ഈ ബിസിനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ ആ വ്യക്തിയിൽ നിന്ന് ആയിരക്കണക്കിന്, എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു ആപ്പിൾ എടുത്തിട്ട് അത് മുറിച്ചു കഴിഞ്ഞാൽ എത്ര കുരുവുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. ആ ഒരു കുരുവിൽ നിന്ന് എത്ര ആപ്പിൾ ഉണ്ടാകുമെന്ന് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും ആപ്പിളുകൾ അതിനകത്ത് നിന്ന് കിട്ടും. ഒരു പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഓരോ വ്യക്തികളും ഓരോ വിത്താണ്. ഒരു പ്രൊഡക്റ്റ്, ഈ പ്രിയപ്പെട്ട അലീഖ, എനിക്കറിയാവുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോണ്ടാക്ട്സ് ഉള്ള ഒരു ബിസിനസ് ആരംഭിച്ച് മണിക്കൂറുകൾ കൊണ്ട് 5-6 വ്യക്തികളിലേക്ക് പ്രൊഡക്റ്റ് കൊടുത്തൊരു വ്യക്തിയാണ്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ 5-6 വ്യക്തികളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ച വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഇന്നലെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവറായി മാറിയ സുജാമോൾ ആലപ്പുഴ, കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ആ വ്യക്തിയുടെ ഒരു 10 ദിവസത്തെ വരുമാനമാണ്. 10 ദിവസത്തെ വരുമാനം 1,01,683 രൂപ അക്കൗണ്ടിലേക്ക്. ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകതയാണ്, 1,01,683
ആ 2000 രൂപയോളം അടക്കുന്ന ഒരു എമൗണ്ട് 10 ദിവസത്തെ ടോട്ടൽ പേയ്മെന്റ് എടുത്ത് നോക്കിയാൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. ഏത് ബിസിനസ്സിൽ കിട്ടും അല്ലെങ്കിൽ ഏത് ജോലിയിൽ കിട്ടും ഈ ഒരു വരുമാനം? അത് പ്രവൃത്തി സമയം കൂട്ടിയെടുത്തത് കൊണ്ടാണ്. ആദ്യം ഒറ്റക്കാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്, പിന്നെ കുറച്ച് ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തു, അവരിലൂടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ആ വരുമാനത്തിലേക്ക് എത്തി. ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പനി അനൗൺസ് ചെയ്ത തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട KBCയുടെ ചെയർമാനായിട്ടുള്ള മനോജ് സാർ അനൗൺസ് ചെയ്തിട്ടുള്ള ആ മൂന്നാർ ട്രിപ്പ്, മൂന്നാറിൽ ഒരു 2 days ഒരു റിസോർട്ടിൽ വെച്ച് നടത്തുന്ന ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു എൻട്രി കൂടി ആദ്യമായി കേരളത്തിൽ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ ആദ്യമായി ഒരു ലേഡി അച്ചീവർ ഉണ്ടായിട്ടുണ്ട്. സുജമോൾക്ക് ഒരു അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും സാധിക്കും. സുജമോൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഇത് പ്രൂഫാണ് നമ്മളെ സംബന്ധിച്ച്. ചില ആളുകൾ കഴിയില്ല, എനിക്ക് പറ്റില്ല, അവന് പറ്റും ഇവന് പറ്റും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും നോ കേൾക്കുമ്പോൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള മനസ്സിലാക്കാനുള്ള വിവേകവും നമുക്കുണ്ടായാൽ നമ്മളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പ്രധാനപ്പെട്ട ഡ്യൂട്ടികളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് നമുക്ക് പ്രാവർത്തികമാക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ചെയ്താൽ മാത്രം ഒരുപാട് ക്വാളിഫിക്കേഷന്റെ ആവശ്യമൊന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സക്സസ് ആവാനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. ഒരു വിധത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ നമ്മളെ സക്സസ് ആവാൻ വേണ്ടി കഴിയും. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഈ ബിസിനസ്സിൽ വേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആദ്യമായി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. എന്തിനേയും പോസിറ്റീവ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ നെഗറ്റീവ് ചിന്താഗതികൾ ചില ആളുകൾക്ക് മനസ്സിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇത് നമ്മുടെ ജെനറ്റിക്കൽ പ്രോബ്ലം ആണ്. ചില ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്തിനേയും ദോഷൈക ദൃക്കുകൾ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരെന്തിനേയും നെഗറ്റീവായിട്ട് കാണും. ഇവിടെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുക. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്കാണ് ഈ ബിസിനസ് വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. അടുത്ത ആറ്റിറ്റ്യൂഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുക എന്നുള്ളത്. ഇന്നിപ്പോ നമ്മൾ ഒരു ബൈക്കിലാണ് സഞ്ചരിക്കുന്നത്, സ്വന്തമായ ഒരു കാർ ഉണ്ടാകുക എന്നുള്ളത് ഒരു വലിയൊരു സംഭവമൊന്നുമല്ല, മറിച്ച് ഇന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ആവശ്യം കൂടിയാണ്, അത്യാവശ്യം കൂടിയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഒരു കാറ് സ്വപ്നം കാണുക, ഒരു ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്. ഞാനിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായ ഒരു വീട് ഉണ്ടാകുക എന്നുള്ളത് ഒരു ആഡംബരമല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാഥമികമായിട്ടുള്ള അവന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇത് അവൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മിനിമം 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് വെക്കണമെങ്കിൽ 10 ലക്ഷം രൂപ ഇല്ലാതെ വെക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവർ, മിനിമം 15 ലക്ഷം രൂപ വേണ്ടി വരും എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ വെച്ചാൽ പോലും ഈ ഒരു എമൗണ്ടിലേക്ക് വരും. അത് 2000 2500 രൂപയൊക്കെ ഒരു സ്ക്വയർ ഫീറ്റിന് വന്നു കഴിഞ്ഞാൽ അത് 20 ലക്ഷമോ 25 ലക്ഷമോ ഒക്കെ ആയി മാറും. ഞാൻ പറഞ്ഞൊരു സാധാരണ വീട് വെക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതൊരു ഹൈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളായിരിക്കണം. അടുത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുക. ഇന്ന് ഈ ബിസിനസ്സിൽ ഒരു 23,000 രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, നാളെ തന്നെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത എമൗണ്ട് എന്റെ കയ്യിൽ കിട്ടുക എന്നുള്ളതല്ല. ബിസിനസ്സുകാരെന്താ ചെയ്യുന്നത്? ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യും, നാളെ വരുമാനം കിട്ടും എന്നല്ല പ്രതീക്ഷിക്കുന്നത്. അതിനൊരു സമയം വെക്കും. ഈ ബിസിനസ്സിൽ വരുന്ന 3 വർഷം സ്റ്റിക്ക് ഓൺ ആയിട്ട് ഈ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റോട് കൂടി ഈ ബിസിനസിനെ കാണുക. അതോടൊപ്പം തന്നെ ഒരു കർഷകന്റെ മനോഭാവത്തോടു കൂടി നമ്മൾ ഈ ബിസിനസ് ചെയ്യാന്നുള്ള. കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്ന് വിത്ത് കുഴിച്ചിട്ട് നാളെ അതിന്റെ ഫലം കിട്ടുമെന്നല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് ഒരു ചീര നട്ടാൽ പോലും 10-45 ദിവസം അതിന് കൃത്യമായ രീതിയിൽ പരിപാലിക്കുമ്പോഴാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. ഒരു വാഴ നട്ടാൽ കൃത്യമായ 6 മാസം 8 മാസം ഒക്കെ കഴിയുമ്പോഴാണ് അതിനകത്ത് നിന്ന് ഫലം കിട്ടുന്നത്. ഒരു തെങ്ങ് നട്ടാൽ അത് 3 വർഷമോ 4 വർഷമോ ഒക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് നിന്ന് തേങ്ങ ലഭിക്കുന്നത്. എന്നതുപോലെ ഓരോ കൃഷിക്കും അതിൻ്റെതായ സമയമുണ്ട്, സമയപരിധികളുണ്ട്. അതുകൊണ്ട് ഒരു കർഷകന്റെ മനോഭാവത്തോടു കൂടി ഇന്ന് വിത്ത് വിതയ്ക്കുകയും അതിന് സമയം വരെ അതിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്ന സമയത്താണ് ഒരു കൃത്യമായ രീതിയിൽ അതിന് ഫലം കിട്ടുന്നത്. എന്നതുപോലെ
നമ്മളെ സംബന്ധിച്ചൊരു കർഷകന്റെ മനോഭാവത്തോടു കൂടി ഈ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ആറ്റിറ്റ്യൂഡിൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. പിന്നെ പ്രധാനമായിട്ടും ഒരു ബിലീഫ് സിസ്റ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിലീഫ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പ്രോഡക്റ്റിലുള്ള വിശ്വാസം. ആ പ്രോഡക്റ്റ് നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ച് നമ്മൾ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് നമ്മുടെ പ്രോഡക്റ്റിലുള്ള വിശ്വാസം. അത് 100% അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഓരോ വ്യക്തികളും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളാവാം, അൾട്രാബെറി നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ബിലീഫിൽ നമ്മുടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അൾട്രാബെറിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മോർ പവറിനെ കുറിച്ചും ഒക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള വിശ്വാസം നമ്മൾ അത് ഉപയോഗിച്ചതിന് ശേഷം ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷമുള്ള ഒരു വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. ആ വിശ്വാസത്തിൽ നമ്മൾ കൃത്യമായ രീതിയിൽ മുറുകെ പിടിച്ചാൽ നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. നമ്മുടെ ഇൻകം പ്ലാനിലുള്ള വിശ്വാസം. ഈ ബിസിനസ് ആരംഭിച്ചാൽ എല്ലാ വ്യക്തികൾക്കും അതിന്റെ എല്ലാ വരുമാനവും കിട്ടുന്ന ഒരു കാര്യമാണ്. 8 തരത്തിലുള്ള വരുമാനം കിട്ടുന്നുണ്ട്. അവയർനെസ് ബോണസ് ആയിട്ടും, ബൂസ്റ്റർ ബോണസ് ആയിട്ടും, ഫാമിലി ബോണസ് ആയിട്ടും, നമ്മുടെ സർപ്രൈസ് ബോണസ് ആയിട്ടും, അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റിന്റെ അല്ലെങ്കിൽ സ്റ്റോക്കിസ്റ്റിന്റെ ഒക്കെ ആയിട്ട് വരുമാനം ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ വരുമാനം നമുക്ക് കൈപ്പറ്റാം. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻകം പ്ലാനിൽ നമ്മുടെ റീപർച്ചേസിംഗ് സിസ്റ്റം. കഴിഞ്ഞ ദിവസം നമ്മുടെ MD പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ, സൂം മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. MD പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, വരുന്ന 10 വർഷത്തേക്ക് ഈ ഇൻകം പ്ലാനിൽ ഒരു ചെറിയ മാറ്റം പോലും ഉണ്ടാവില്ല. നമുക്ക് ധൈര്യമായിട്ട് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ. ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ മറ്റൊരു കമ്പനികളിലും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇൻകം പ്ലാനിൽ വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ വേണ്ട ഒരു വിശ്വാസമാണ് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിലുള്ള വിശ്വാസം. നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, നമ്മളെ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കുന്ന ആളുകളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അവരോടൊപ്പം തന്നെ തോളോട് തോൾ ചേർത്ത് നിന്നാൽ, അവരെ വിശ്വസിച്ച് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അപ്ലൈൻ ലീഡറിൽ വിശ്വാസം ഉണ്ടാകുക. ഇനി എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും അടുത്തൊരു വിശ്വാസമാണ് നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. മനോജ് സാറിന് കഴിയുമെങ്കിൽ, ലാലി സാറിന് കഴിയുമെങ്കിൽ, ബെന്നി സാറിന്, ഷാജി സാറിനെ പോലെ ഒരുപാട് ആളുകൾക്ക് ഇതിൽ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ നബിയിൽ വിശ്വസിച്ചാലും, കൃഷ്ണനിൽ വിശ്വസിച്ചാലും, യേശുവിൽ വിശ്വസിച്ചാലും, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ലോകത്തൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് വിശ്വാസത്തിൽ ഉടമയാണെങ്കിലും അവനവനിൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തും സാധ്യമാണ്. അത്തരം പൊട്ടൻഷ്യൽ ഉള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും. നമുക്ക് എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി കഴിയും. വലിയ 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 സാധ്യതകളാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ടതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 100% കമ്മിറ്റഡ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണ് വിജയിക്കാൻ വേണ്ടി കഴിയുന്നത്. എവിടെയെങ്കിലും ഒരു ലാഗ്, കുറച്ച് നേരം ഈ ബിസിനസ് ചെയ്യാം, പിന്നെ അടുത്തൊരു സാധനം ചെയ്യാം, ഇങ്ങനെ വിചാരിച്ച് ബിസിനസ്സിൽ ഇറങ്ങിയ ഇതിൽ ഒരു രൂപ പോലും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. 100% ഒരു വെള്ളം തിളക്കണമെങ്കിൽ 99 ഡിഗ്രി സെൽഷ്യസിൽ ഒരു വെള്ളം തിളച്ചാൽ, ചൂടായാൽ അത് തിളക്കില്ല. മറിച്ച് അത് 100 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചാൽ മാത്രമേ വെള്ളം തിളക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളൊരു ഇൻപുട്ട് കറക്റ്റ് ആയാലേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇൻപുട്ട് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. 100% കമ്മിറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുക. അടുത്തതാണ് ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണോ ഇതേ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യുള്ളൂ. നമുക്കൊരു നല്ലൊരു ടീം വേണം. നമ്മൾ നല്ലൊരു ലീഡർ ആയാൽ നമ്മുടെ കൂടെ ഒരുപാട് നല്ല ലീഡേഴ്സ് വരും. നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളും അങ്ങനെ തന്നെ തലതിരിഞ്ഞ് വവ്വാലി തലതിരിഞ്ഞ് കിടന്നിട്ട് മക്കളോട് പറയാം നീ നേരെ കിടക്കെന്ന് പറഞ്ഞാൽ അത് കിടക്കില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ കറക്റ്റ് ആയാൽ ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങളും ഞാൻ പറയുന്ന കൃത്യമായ രീതിയിൽ ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചെയ്തു പോകുന്ന ആളുകളെ സംബന്ധിച്ച് ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി കഴിയും. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസിന്റെ ഏറ്റവും അച്ചിട്ടായ ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണോ ഇത് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയും, ഇതേ നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ചെയ്യുള്ളൂ. ഇതുകൊണ്ട് ഈ സിസ്റ്റത്തെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ ഡ്യൂപ്ലിക്കേഷൻ സാധ്യമാണ്. നമ്മുടെ ട്രെയിനിങ്ങിലും നമ്മുടെ പ്രോഗ്രാമുകളിലും നമ്മൾ പങ്കെടുക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ കൂടെയുള്ള ആളുകൾ പങ്കെടുക്കുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം നമ്മുടെ പെരുമ്പാവൂരിൽ നടക്കുന്നുണ്ട്. ആ പ്രദേശത്തും പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പെരുമ്പാവൂർ BOP സെന്ററിലേക്ക്
നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ, നമ്മുടെ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും അങ്ങോട്ടേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രോഗ്രാം സെന്ററുകളാണ്. ആ ചാർജിങ് സെന്ററുകളിലേക്ക് നമ്മൾ എത്തുക. നമ്മൾ എത്ര വില കൂടിയ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിൽ ചാർജ് ഇല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ കൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്ര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളാണെങ്കിലും നെഗറ്റീവ് കയറിയാൽ നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ആ നെഗറ്റീവ്സിനെ എല്ലാം മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചാർജിങ് സ്റ്റേഷനുകളിലേക്ക് നമ്മൾ എത്തിച്ചേരുക, പ്രോഗ്രാം സെന്ററുകൾ സജീവമാക്കുക. ആ പ്രോഗ്രാം സെന്ററിലേക്ക് വരുമ്പോ ഒരുപാട് അച്ചീവേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. അവിടെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും, നമുക്കും അതിലൂടെ ചെയ്യാൻ വേണ്ടി കഴിയും. ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അതിൽ പ്രധാനമായും ലിസ്റ്റ് തയ്യാറാക്കുക. ആരോടും ഈ ബിസിനസിനെ കുറിച്ച് പറയരുത് എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആദ്യത്തെ ഡ്യൂട്ടി തന്നെ നിങ്ങളൊന്ന് പാലിച്ചാൽ തന്നെ ബിസിനസ് ആരംഭിച്ചു നിങ്ങളുടെ. ഇനി രണ്ടാമത്തെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ ലിസ്റ്റ് തയ്യാറാക്കുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക, കൃത്യമായ 1-to-1 പ്രസന്റേഷൻ കൊടുക്കുക, അവരെ സെയിൽസ് ക്ലോസ് ചെയ്യുക, കൃത്യമായ രീതിയിലേക്ക് 24 hours ഫോളോ അപ്പ് ചെയ്യുക. അടുത്തത് അവരെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാക്കി മാറ്റുക, അവരെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടീസ് എല്ലാം അവസാനിച്ചു. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഉണ്ടാക്കിയെടുക്കേണ്ട ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, ബിലീഫ് സിസ്റ്റത്തെ കുറിച്ച് സൂചിപ്പിച്ചു, കമ്മിറ്റ്മെന്റിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്യും. ഇത് കൃത്യമായ രീതിയിൽ വരുന്ന ഒരു 3 വർഷം ഇതേ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ആരെല്ലാം ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം സക്സസ് എന്നുള്ള കാര്യം ഒരു വിധത്തിലും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. ചിലപ്പോ വൈകിയേക്കാം, പക്ഷേ സക്സസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വീട്ടിലുള്ള ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിന്റെ അത്താണികളാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തുമ്പോഴാണ് നിങ്ങൾ ഓരോരുത്തരും സന്തോഷവാന്മാരാകുന്നത്. മനോജ് സാറിന് വരുമാനം കിട്ടിയത് കൊണ്ട്, എനിക്ക് വരുമാനം കിട്ടിയത് കൊണ്ട്, സരിതയ്ക്ക് വരുമാനം കിട്ടിയത് കൊണ്ട്, സുജമോൾക്ക് വരുമാനം കിട്ടിയത് കൊണ്ട്, അങ്ങനെ ആർക്ക് വരുമാനം കിട്ടിയത് കൊണ്ട് നിങ്ങൾ ഒരു പക്ഷെ സാറ്റിസ്ഫൈഡ് ആകണമെന്നില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്, ഹാപ്പി ആകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് വരുമാനം വരുത്താനുള്ള ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എനിവേ, ഇത്രയും സമയം എന്നെ കേട്ട നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തന്നെ തീരുമാനമെടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഞാൻ പ്രാവർത്തികമാക്കുമെന്നും എന്റെ ലൈഫിലും സക്സസ് ഉണ്ടാകുമെന്നുമുള്ള ഉറച്ചൊരു തീരുമാനമെടുത്തൊരു ദിവസമായി മാറട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി മാറട്ടെ. ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ബിസിനസ്സിൽ ലെഫ്റ്റും റൈറ്റും നിങ്ങളെ സക്സസ് ആക്കാൻ കഴിയാവുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ബ്ലേസ് സർ. താങ്ക് യു. സ്ക്രീൻ എന്തായാലും ഇത്രയും സമയം നമ്മളോട് നല്ല രീതിയിൽ തന്നെയാണ് സാറ് സംസാരിച്ചത്. കാരണം ഇന്നലെ 2 ദിവസത്തെ RTP കഴിഞ്ഞ് എത്തിയിരിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി ആ ഒരു ചൂട് നമുക്ക് എന്താ പറയാ, ഇന്നലെ തന്നെ നമ്മളെ ചുട്ട് പഴിപ്പിച്ച് സുരേഷ് സാറും വിനോദ് സാറും മൊബി സാറ്, മനോജ് സാറ്, ലാൻ സാർ എല്ലാവരും അവിടെ പോയിരുന്ന ആൾക്കാരെയൊക്കെ ചുട്ട് പഴിപ്പിച്ച്, ഇരുമ്പ് പഴിപ്പിക്കുന്ന പോലെ പഴിപ്പിച്ച് തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും ഇന്നലെ അയച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ചും കൂടി ആഫ്റ്റർ എഫക്റ്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ചൂട് നമ്മളിലേക്ക് രാവിലെ തന്നെ എത്തിച്ചു തന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ തീരുമാനിക്കുക അത് ആ പഴുത്ത ഇരുമ്പിനെ ഏത് ആകൃതിയിലേക്ക് ആക്കാം, അത് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഇന്നലെ പോയവരെല്ലാവരും അതിന്റെ അച്ചീവർ ആയതിന്റെ മധുരം നുണഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നലെ അവിടെ നിന്ന് ഓരോരുത്തരും പോയിരിക്കുന്നത്. എന്തായാലും താങ്ക് യു എല്ലാവർക്കും, എല്ലാ ലീഡേഴ്സിനും ഞാൻ ഒരിക്കൽ കൂടി ഇന്നലെ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതിന്റെ കൂടെ കുറച്ചുകൂടി നമുക്ക് പഴിപ്പിക്കാനുണ്ട്. അപ്പോ അതിന് വേണ്ടിയിട്ട് അടുത്ത സെഷൻ, കൺക്ലൂഡിങ് സെഷന് വേണ്ടി മനോജ് സാറാണ്. സാറ് കുറച്ചും കൂടി നമുക്ക് എനർജി തരാനും ഇനി കുറച്ചും കൂടി പഴുക്കാനുള്ളവരെ ഒന്ന് പഴിപ്പിക്കാനും കൂടി വേണ്ടിയിട്ട് നമുക്ക് മനോജ് സാറിനെ ക്ഷണിക്കാം. മനോജ് സാർ. ഓക്കെ, താങ്ക് യു സരിത മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലീഡർ അഭിലാഷ് സാറാണ് നമ്മളെ ഇത്രയും നേരം സംവദിച്ചത്. NDO പ്രോഗ്രാമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. ഇത് നമ്മൾ സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ഈ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ള സെറ്റ് കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, ഏറ്റവും മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം
ഇത്രയും ചെറുപ്പത്തിൽ ഏകദേശം 102 104 അങ്ങ് ആയിന്ന് എന്റെ ഓർമ്മ. പേർക്ക് ബ്ലഡ് കൊടുത്ത് അല്ലെ ചരിത്രം സൃഷ്ടിച്ച നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ലീഡറാണ് നമ്മുടെ അഭിലാഷ് സാർ. ബിഗ് കൺഗ്രാജുലേഷൻ അഭിലാഷ് സാർ, പറയാതിരിക്കാൻ പറ്റില്ല. മനുഷ്യ സ്നേഹത്തിന്റെ അല്ലെ ഉത്തമ മാതൃകയാണ് അഭിലാഷ് സാർ എന്ന് പറയുന്നത്. അതാണ് സ്വന്തം രക്തം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും തയ്യാറാവില്ല അല്ലെ. ആ രീതിയിൽ സാമൂഹ്യ സേവനത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മധുരം നൽകാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന 100 ആയിരക്കണക്കിന് 10,000-കണക്കിന് കുടുംബങ്ങളിലേക്ക് ഒരു അത്താണിയായി മാറാൻ അഭിലാഷ് സാറിനും ടീമിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ലീഡറാണ് അഭിലാഷ് സാർ. എനിക്കറിയാം 100% ഡെഡിക്കേഷനാണ്. എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് അതുപോലെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക, നമ്മൾ വയട്ടൂറിയത്തിലായി മാറുക എന്നുള്ളതാണ് വിജയിക്കാൻ വേണ്ടിയിട്ട്. ഇത് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മൾ വയട്ടൂറിയത്തിലായി ജീവിക്കാൻ തയ്യാറാണ്. ഞാൻ ഈ പ്രൊജക്ട് ഏറ്റെടുത്ത് അന്ന് മുതൽ ഇത്രയും സക്സസ് ആയതിന്റെ കാരണം അന്ന് മുതൽ എന്റെ ഹൃദയത്തിൽ മുഴുവൻ വയട്ടൂറിയം മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല. 24/7/365 ഡേയ്സും നമ്മളെ മസ്തിഷ്കത്തിലൂടെ ഇല്ലേ ആളിപ്പടരുന്ന എന്താണെന്ന് വെച്ചാൽ വയട്ടോറിയം. കൂടെ വന്ന ആളുകളെ എങ്ങനെ വിജയിപ്പിക്കാം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാവിലെ നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ്. എനിക്ക് നിങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ രാവിലത്തെ 6 മണിക്കത്തെ പ്രോഗ്രാം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ടീമിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിനകത്തേക്ക് ലയിച്ചു ചേരുക എന്നുള്ളതാണ്. ലയിച്ചു ചേരാതെ വെറും ഒരു മഴത്തുള്ളിയായിട്ട് അവിടെ വീണ് അവിടെ തന്നെ കിടക്കുള്ളൂ അല്ലെ. അത് നമ്മൾ ലയിച്ചു ചേരണം. ലയിച്ചു ചേർന്ന് നമ്മൾ ചെറിയ അരുവികളായും അല്ലെ ചെറിയ പുഴകളായും അങ്ങനെ വന്ന് മഹാസമുദ്രത്തിൽ ചെന്ന് പതിക്കും. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ ഇതിലേക്ക് ലയിച്ചു ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കൂടെയുള്ള എത്ര പേര് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അവരെ വിളിച്ചുണർത്തണം. നമ്മൾ മാറ്റത്തിന് വേണ്ടി വന്ന ആളുകളാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ സൂം മീറ്റിംഗ് എന്ന് പറയും. ഇവിടെ നിന്നാണ് ഇത് തുടക്കം എന്ന് പറയുന്നത്. ഈ രാവിലത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ ത്രസിപ്പിക്കുന്ന രീതിയിൽ പുതിയ ചിന്താഗതികൾ വളർത്തിയെടുക്കുന്ന രീതിയിൽ അവർക്ക് വിജയിക്കാനുള്ള അഭിലാഷ് സാർ ഇവിടെ സൂചിപ്പിച്ച ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ലീഡേഴ്സ് എക്സ്പീരിയൻസുള്ള ലീഡേഴ്സ് വന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ വളരെ വ്യക്തമായിട്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സാർ എങ്ങനെ വിജയിക്കണം, എങ്ങനെ ഒരു കസ്റ്റമറെ ഒരു ടോപ്പ് അച്ചീവർ ആക്കി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. പലരും ഇതിനകത്തൊരു കസ്റ്റമറായിട്ട് വന്ന ആളുകളാണ്, ഇതിന്റെ റിസൾട്ട് കിട്ടിയ ആളുകളാണ്. ആ റിസൾട്ട് കിട്ടിയ ആളുകളെ എങ്ങനെ നമുക്കൊരു ടോപ്പ് അച്ചീവർ ആയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്നുള്ള ഒരു പരമ്പരയിലൂടെയാണ് നമുക്കത് ഇവിടെ സാർ ഇവിടെ പറഞ്ഞു തന്നത്. അതാണ് NGO പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന് BOP സെന്ററുകളിൽ പങ്കെടുക്കണം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം പെരുമ്പാവൂർ വെച്ച് നടക്കുകയാണ്. അപ്പൊ പറ്റുന്ന ആളുകളെല്ലാം വരിക. ഞാൻ കുറെ പ്രോഗ്രാം പോയിട്ടുണ്ടല്ലോ, അത് ഈ പറഞ്ഞത് തന്നെയല്ലേ അവിടുന്ന് പറയുന്നത്. ഒരാൾ കമ്പനിനെ കുറിച്ച് പ്രൊഡക്റ്റ് പറയും, കുറെ അത് പറയും, കുറെ PV പറയും, ഇതന്നെയല്ലേ പറയുന്നത്. ഇതിനെന്തിനാ അവിടെ പോണത് ഇല്ലേ? അതല്ല സുഹൃത്തുക്കൾ, അവിടുന്ന് ഒരു ചാർജ് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് വരാനുണ്ട്. ആ ചാർജ് പമ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസിലേക്ക് എത്തുന്നത്. ഇത് പെരുമ്പാവൂർ BOP ആണ്. ക്ലാസ് കൈകാര്യം ചെയ്തത് MP രാമേന്ദ്രൻ സാറാണ്. MP രാമേന്ദ്രൻ സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ. മാഗ്നറ്റോ തെറാപ്പി എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ നമ്മുടെ ഓരോ പ്രൊഡക്ട്സും അൾട്രാപറി ആയാലും മോർ പവർ ആയാലും എല്ലാ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരു ലീഡറാണ് MP രാമേന്ദ്രൻ സാർ. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോഷി സാറും അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ഗ്രേറ്റ് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ നല്ലൊരു ടീമിനെ കേരളത്തിൽ ആകമാനം നയിക്കുന്ന പ്രിയങ്കരനായ ബെന്നി ജോസഫ് അവിടെ ഉണ്ടാവും. ഞാനും അവിടത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ആ എല്ലാ പ്രോഗ്രാം സെന്ററും ഇതുപോലെ സജീവമാക്കണം. അതിനകത്ത് ഒരു സ്റ്റാൻഡിങ് ക്രൗഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഒരു സംശയം വേണ്ട, നല്ലൊരു സ്റ്റാൻഡിങ് ക്രൗഡ് ഇന്ന് പെരുമ്പാവൂരിൽ ഉണ്ടാവും. കാരണം ക്ഷീണവും യാത്രയാണ്. ഇന്നലെയൊക്കെ പലരും ലേറ്റ് ആയിട്ടൊക്കെയാണ് വീടുകളിലേക്ക് എത്തിയത്. അതിന്റെ ഒരു ക്ഷീണമൊന്നും നമ്മുടെ ഈ ക്ഷീണമൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ എത്ര ഉറങ്ങിയില്ലെങ്കിലും 4 മണിക്ക് കിടന്ന് ഉറങ്ങിയാലും നമ്മൾ എന്ത് ചെയ്യും, 6 മണിക്ക് ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വയട്ടൂറിയത്തിലായി മാറുക എന്നുള്ളതാണ്. ആ സമയമാകുമ്പോൾ നിങ്ങൾ തനിയെ അറിഞ്ഞോളും. പ്രകൃതി ശക്തി നിങ്ങളെ വിളിച്ചുണർത്തും. ഉറങ്ങാൻ പറ്റില്ല. അത്രയും രീതിയിലുള്ള ഒരു വൈബാണ് ഇന്നലത്തെ പ്രോഗ്രാമിൽ അവിടെ കിട്ടിയത്. അവിടെ ചിന്തിക്കാത്ത രീതിയിലുള്ള ജനപ്രവാഹമായിരുന്നു അവിടത്തേക്ക്. 120 പേരെയാണ് പ്രതീക്ഷിച്ചത്. 150 പേർക്ക് വരെ അക്കോമഡേഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ വന്നത് 178 പേരാണ്. പിന്നെയും കുറെ ആളുകൾ വരാൻ നിന്നു. എന്തോ കാരണവശാൽ അവർ വന്നില്ല. അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് വരാൻ പറ്റാത്തതുകൊണ്ട്. കാരണം
അവള് വന്നിരുന്ന ഇങ്ങോട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്ര ഇതുപോലെ അടുത്ത കാലത്തൊന്നും നമ്മുടെ ബയോട്ടോറിയത്തിൽ ഇതുപോലുള്ള ഒരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്കണം നിങ്ങള്, ചിന്തിക്കണം നിങ്ങള്. ബയോട്ടോറിയം തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ, മനസ്സിലായ? ബയോട്ടോറിയത്തിൽ നിന്നാൽ സക്സസ് ആവില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കുറെ ആളുകളുണ്ട്, ഇപ്പോഴും പറയുന്ന ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ഉറപ്പിച്ചും തറപ്പിച്ചും ആവർത്തിച്ചും പറയുന്നു, നിങ്ങൾ കട്ടക്ക് ഈ സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്തതിൽ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഒരു ലോങ് ലൈഫിലേക്ക് ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് നേടിത്തരുന്നതിന് വേണ്ടിയിട്ട്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജരായ ഒത്തിരി 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 ലീഡേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഈ പറയുന്നത്. ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് നമ്മുടെ സുരേഷ് സാർ ഇല്ലേ, അദ്ദേഹമൊക്കെ ഇന്നത്തെ ലയിച്ച് ചേർന്നിരിക്കുക. അതിന്റെ വൈബ്രേഷൻ ആണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന, നമ്മുടെ വൈബ്രേഷൻ ആണ്. നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, മാനസികമായിട്ട് എപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ട്. ആ വൈബ്രേഷൻ ആണ് നമ്മളെ വിജയത്തിലേക്ക്. അതുപോലെ വിനോദ് സാർ അല്ലെ, അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എനിക്ക് മാത്രം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. നമ്മുടെ കൂടെ വന്ന വെങ്ങിപ്പൊട്ടുന്ന വേദനിക്കുന്ന ഹൃദയമുള്ള നിരവധി ആളുകളുണ്ട്. പ്രതീക്ഷ എല്ലാം നശിച്ച ആളുകളുണ്ട് ഇല്ലെ, ഒത്തിരി ബാധ്യതയുള്ള ആളുകളുണ്ട്. അവരെല്ലാം വാരിപ്പുണർന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളിലേക്ക് നിയോഗിച്ച ഈ ഉത്തരവാദിത്തം ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോ അല്ലെ, 10,000-കണക്കിന് കുടുംബങ്ങളിലേക്ക് സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും വാരി വിതറാനുള്ള വക്താക്കളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും സുഹൃത്തുക്കളെ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുക, ഒരുമിച്ച് നിൽക്കുക. എല്ലാ പ്രോഗ്രാം സെന്ററിലേക്കും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം എങ്ങനെ നമ്മൾ വിജയിപ്പിക്കുന്നു ആ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട്, ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട്, അവിടെ എന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് എല്ലാ സെന്ററുകളിലേക്കും എത്താൻ വേണ്ടി സാധിക്കണം. അതുപോലെ തന്നെ ഇന്നലത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ വളരെ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ യാതൊരു പ്രശ്നവും, ഇത്രയും ആളുകൾ 2 ദിവസം 3 ദിവസം വന്നവരുണ്ട്, തലേ ദിവസം വന്ന ആളുകളുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന് പോലും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവര് ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ പോലും ഇത്രയും നല്ല സുഖകരമായ ഭക്ഷണം പലർക്കും കിട്ടാറില്ല എന്നതാണ്. നിങ്ങള് സ്വന്തം വീട്ടിൽ പോലും ഇത്രയും നല്ല ഭക്ഷണം കിട്ടില്ല. അത്രയും അടിപൊളി നമ്മുടെ മാത്യു സാറിന് ബിഗ് കൺഗ്രാറ്റുലേഷൻ. മാത്യു സാറിനെ നിങ്ങൾ എല്ലാവരും പരിചയപ്പെട്ട് കാണും അല്ലേ, എന്ത് ഭക്ഷണമായിരുന്നു. ഇനി പ്രോഗ്രാം ഉണ്ടെങ്കിൽ സാറേ പാലക്കാട് മതി എന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ രാത്രി തന്നെ ഒത്തിരി പേര് വിളിച്ചു, പലരും പറഞ്ഞു പാലക്കാട്, ഇവിടെ അങ്കമാലി വെച്ചാ പോരെ, ഇല്ല എറണാകുളത്ത് വെച്ചാ പോരെ, കോഴിക്കോട് വെച്ചാ പോരെ, അവിടെ ലീഡേഴ്സ് ഒക്കെ അവരവരുടെ നാട്ടിൽ വെച്ചാ പോരെ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ വന്ന ഒരാള് സ്വന്തം വീട്ടിൽ പോലും ഇല്ലാത്ത രീതിയിൽ സേഫും കൂടിയാണ്. ലേഡീസ് ഒക്കെ അവിടെ സേഫാണ്, നമ്മൾക്ക് എവിടെയും പോകണ്ട എന്നുള്ളതാണ്. ഒറ്റ ബിൽഡിങ്ങിനുള്ളിൽ അല്ലെ, ഓരോ സ്റ്റെയർ ആയിട്ട് ഓരോ നിലകളിലായിട്ട് താമസിക്കാനുള്ള സൗകര്യം, ഒരു മുറിയിൽ 2 പേര്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, അടിപൊളി സെറ്റപ്പാണ്, വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അവിടുത്തെ പ്രോഗ്രാമിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉണ്ട് മുകളിലേക്ക്, ആ ലിഫ്റ്റിലൂടെ നേരെ മുകളിലേക്ക് കയറിയ പ്രോഗ്രാം ഹാളിലേക്ക് വരാം ഇല്ലേ. ഈ 180 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പാക്ഡ് പ്രോഗ്രാം ആയിരുന്നു അത്. ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവരും പറയാണ് സാർ ഇനി ഇവിടെ മാത്രം മതി കേട്ടാന്ന് അവർ. ഭക്ഷണം കഴിച്ച് ആളുകൾക്ക് ഇല്ലേ, എന്തൊക്കെ ഭക്ഷണങ്ങളാ ആലോചിച്ച് നോക്കണം നിങ്ങള്. നമുക്ക് കഴിച്ച് മതിയാകുക. ചില സ്ഥലത്തൊക്കെ പോയാൽ എണ്ണിച്ചുണ്ടാക്കും പോലെ 2 ദോശയും അല്ലെങ്കിൽ 2 അപ്പവും ഇച്ചിരി ചാറൊക്കെ കൊടുക്കും അല്ലെ. ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ അവരെ തരുള്ളൂ. ഇത് നമുക്ക് വാരിപ്പോരി എടുത്ത് കഴിക്കാം. ചിക്കൻ കറി ഇല്ല, ഒരു 2 വർഷം പറമ്പ് പോയതാ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ യുദ്ധത്തിന് 2 വർഷം പറമ്പ് പോയി 2000 രൂപ കൊടുക്കേണ്ടതെന്നാ പറഞ്ഞത്. 2000 രൂപ അവിടുത്തെ ഭക്ഷണത്തിന് മാത്രം അതിൽ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. മനസ്സിലായി? പണം ഇറക്കിയാലേ 2000 അപ്പോ ഞാൻ പറഞ്ഞു വന്ന് ഇതുപോലുള്ള അവസരങ്ങൾ ഇനി വരാത്ത ആളുകളെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നത് അടുത്ത പ്രോഗ്രാമിലേക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. എപ്പോഴും അനൗൺസ് ചെയ്താലും ഓൺ ദി സ്പോട്ടിൽ ബുക്ക് ചെയ്തേക്കാം. ഇനി ഞങ്ങൾ 150 പേരെ എടുക്കുന്നുള്ളൂ. ആദ്യത്തെ 150 നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാം. വരണ്ടാന്ന് തന്നെ തീർത്തും പറയും കേട്ടില്ലേ. എന്നാലേ കുറച്ചും കൂടി ഭംഗിയാക്കാൻ പറ്റുള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു. ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടത്തിരുന്ന കലകളെയൊക്കെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറയാതിരിക്കാൻ പറ്റില്ലെന്ന്. അല്ലേ, നമ്മളെ കോട്ടയം ജയ്മോൻ സാറൊക്കെ അവിടെ പാടിയപ്പോ യേശുദാസിന്റെ അല്ലെ അതേ ലെവലിലേക്കുള്ള പാട്ടായിരുന്നു. ചിന്തിക്കാൻ പറ്റും. ഇതൊക്കെ എവിടെ കേൾക്കാനാ എനിക്ക് പറ്റും? നമ്മുടെ ഉള്ളില് നമ്മുടെ ഈ ടീമിനകത്തുള്ള കലാകാരന്മാരും കലാകാരികളും അല്ലെ, ഡാൻസ് കളിച്ച് നൃത്തം ചെയ്ത് നമ്മളെ സരിതാ മേഡവും ഇല്ലേ, നമ്മുടെ തങ്കമണി മേഡവും, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് ലൈന മേഡവും ഇല്ലേ, ഏറ്റവും ചെറുപ്പക്കാരിയായ നമ്മുടെ എന്താ പറയാ കുട്ടിയമ്മ അല്ലെ, അവര് 70 വയസ്സേ ഉള്ളൂ അവർക്ക്. അവരാദ്യമായിട്ട് ജീവിതത്തിൽ ചുരിദാർ ഇട്ടത് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ പ്രോഗ്രാമിന് വരാൻ വേണ്ടിയിട്ടാ. ബയോട്ടോറിയത്തിൽ അതിനു വേണ്ടി തുണിയെടുത്ത് തയ്ച്ച് ചുരിദാർ ഇട്ട് ചെറുപ്പക്കാരി
70 വയസ്സുള്ള നമ്മളെ ആ അമ്മ നോക്കണം, ആലോചിച്ച് നോക്കണം, എന്ത് ആവേശമായിരുന്നു. ഇവരെയൊക്കെ പിറകിലാക്കിക്കൊണ്ടുള്ള ഡാൻസ് ആയിരുന്നു അവിടെ കളിച്ചോണ്ട്. ഇവിടെ ഏജ് എന്ന് പറഞ്ഞ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. എന്ത് ആവേശമായിരുന്നു സുഹൃത്തുക്കളെ, പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും അല്ലെ, എല്ലാം നമ്മുടെ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ എന്താ പറയുക, എല്ലാ രീതിയിലുള്ള കഴിവുകളും പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചു അല്ലെ. നമ്മൾ മാനസികമായിട്ട്, ഫിസിക്കലി, മെന്റലി, സോഷ്യലി, എക്കണോമിക്കലി, സ്പിരിച്വലി, ഇമോഷണലി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അതൊക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. വേറെ എവിടെ കിട്ടും ഈ വേദികൾ? എവിടെ നിങ്ങൾക്ക് കിട്ടും ഇത്രയും നല്ല അസുലഭ അവസരം എവിടെ കിട്ടും? അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇതുപോലുള്ള പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കണം. ഇനി നിരാശപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടാ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ എമൗണ്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വിജയിക്കാൻ വേണ്ടി വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാകുക എന്നുള്ളതാണ്. സിസ്റ്റമാണ് നിങ്ങൾ. അതാണ് അഭിലാഷ് സാർ ഇവിടെ പറഞ്ഞത്. അവിടെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ലിസ്റ്റ് മേക്കിംഗ് മുതൽ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തായാലും വന്ന ആളുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അവിടെ കിട്ടിയ അനുഭവങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഇല്ലേ, സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്താൻ വേണ്ടി അവിടെ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറം ചേർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യുമെന്നുള്ള ബോധ്യം വന്നിട്ടുണ്ടോ? അത് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന ആളുകളെല്ലാം തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് വോയിസ് ഇടുക, എന്താണ് അവിടെ നടന്നത് എന്നുള്ളതിനെ കുറിച്ച്. വന്ന ആളുകളോട് എല്ലാവരും ഈ പ്രോഗ്രാമിലുള്ളവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലുകൾ അവിടെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതും പരസ്യമായി രേഖപ്പെടുത്തിക്കോളൂ. അത് രഹസ്യമായിട്ട് എന്നെ വിളിച്ച് പറയേണ്ട, അവിടെ തന്നെ രേഖപ്പെടുത്തിക്കോളൂ. കാരണം എനിക്കറിയാം 100% എനിക്കറിയാം ഒരു പരാതി ഉണ്ടാവില്ല നിങ്ങൾക്ക്. 4 മണിയാകുമ്പോൾ പോകണം, 3 മണിക്ക് പോകണം സാറേ എന്ന് പറഞ്ഞവർ രാത്രി 8 മണിയായിട്ട് പോയിട്ടില്ല അവിടുന്ന്. അവിടേക്ക് ഒന്ന് വിട്ടു പിരിഞ്ഞു പോകാൻ സങ്കടമാണ് ആളുകൾക്ക്. മനസ്സിലായില്ലേ? വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഒരു മനസ്സിന് വിഷമാണ്. ആ രീതിയിലുള്ള ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. നമ്മൾ നോമ്പ് നോക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അതിന് പ്രത്യേകം നോമ്പ് തുറക്കാനുള്ള സൗകര്യവും അവർക്ക് വെളുപ്പിനുള്ള ഭക്ഷണവും ഒക്കെ അവിടെ ക്രമീകരിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലേ. ആ സഹോദരിമാരോടും സഹോദരന്മാരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് അടിപൊളി വൈബായിരുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള പ്രോഗ്രാം വരുമ്പോൾ എല്ലാവരും സഹകരിക്കണം. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ വിജയിപ്പിക്കലാണ്. നിങ്ങൾ ഓരോരുത്തരെയും വിജയിപ്പിക്കലാണ്. നമ്മളെ സുജമോൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ അവസരത്തിൽ. കാരണം വളരെ ചെറുപ്പക്കാരിയാണ്. ജീവിതത്തിൽ ഡയറക്ട് സെല്ലിംഗിലേക്ക് ആദ്യമായി കടന്നു വന്നുകൊണ്ട് അല്ലെ, ചുരുങ്ങിയ ദിവസം കൊണ്ട് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്തു. ബിഗ് കൺഗ്രാറ്റുലേഷൻസ് സുജമോൾ. താങ്ക് യു. അവരുടെ ലീഡേഴ്സ്, യൂനസ് സാറിനെ പോലുള്ള ലീഡേഴ്സ്, അഭിലാഷ് സാറിനെ പോലുള്ള ലീഡേഴ്സ്, ഡാനി സാറിനെ പോലുള്ള ലീഡേഴ്സ് അതിന് ചുക്കാൻ പിടിച്ചു. അവരുടെ കൂടെ ഇല്ലേ എപ്പോഴും നിന്ന് പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ലീഡേഴ്സാണ്. അതിൽ യൂനസ് സാറിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ചുകൊണ്ട് തന്റെ ടീമുമായിട്ട് ആലപ്പുഴയിൽ നിന്ന് അല്ലെ പ്രയാണം ആരംഭിച്ച യാത്ര അവിടെ എത്തിച്ചു. രാത്രി തിരിച്ച് അവരെ വീടുകളിലേക്ക് സുരക്ഷിതമായി എത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയത്. സരിക എന്ന് പറഞ്ഞ ഒരു മേഡത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അവര് വയനാട്ടിൽ നിന്ന് ഒറ്റക്കാണ് വന്നത്. ഒറ്റയ്ക്ക് വന്നു, എന്നെ വിളിച്ചു. എനിക്ക് പരിചയമൊന്നുമില്ല അവരെ. ഞാൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. കാശ് ഇട്ട് തന്നു. അവർ ബസ്സിന് വന്നു. ഞാൻ ഇറങ്ങേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തു. സന്ധ്യാവും തലേ ദിവസം അവരെത്തി. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. തിരിച്ചവരെ നമ്മുടെ ഷായി സാറിന്റെയും ബീന മേഡത്തിന്റെയും കൂടെ അവരെ വിട്ടു. നൈന മേഡമൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. അവരെ വിട്ടു. അവരെ താമരശ്ശേരി കൊണ്ടിറക്കി. അവിടുന്ന് അവർ ബസ് കയറ്റി വിട്ടു. വീട്ടിലെത്തി. രാത്രി 12 മണിക്ക് എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വീട്ടിലെത്തി ഉടനെ വിളിക്കണം കേട്ടാന്ന് പറഞ്ഞു. കാരണം ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോവുകയാണ്. വീട്ടിലെത്തിയിട്ട് വിളിച്ചു, സാറേ ഞാൻ സേഫ് ആയിട്ട് വീട്ടിലെത്തി എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അല്ലെ പഞ്ച് എന്ന് പറയുന്നത്. അവരൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അവരൊക്കെ ഇതിനകത്തുണ്ടല്ലോ അഗ്നിഗോളങ്ങളായിട്ട് സൂര്യ തേജസ്സായിട്ട് ഈ കമ്പനിയിലൂടെ നാളെ ഉയർന്നു വരും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഒരു സംശയവും വേണ്ട. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്നെ കുറിച്ചുള്ള പരാതിയാണ്. ഇയാൾ മൈക്ക് കൊടുത്താൽ നിർത്തൂല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്രയും ആവശ്യമാണെന്ന്. അത് എങ്ങനെ നിർത്താൻ പറ്റും ഇത് അല്ലേ? അതുകൊണ്ട് ഇതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വേറൊരു കാര്യം പറയുന്നു. നമ്മളെ KBC ഒരു ട്രിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3 ട്രിപ്പാണത്. 2 ദിവസത്തെ ട്രെയിനിങ്. അതിന് നിങ്ങൾ 1 രൂപ മുടക്കണ്ട. ഈ വരാത്ത ആളോടും കൂടി ഞാൻ പറയാണ്, നിങ്ങൾ അതിന് 1 രൂപ മുടക്കണ്ട. നിങ്ങൾ അവിടെ എത്തണം കേട്ടാ. നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവിടെ ഒരു ടീമായിട്ട് വന്നാൽ മതി. 2 ദിവസത്തെ അടിച്ചുപൊളി പ്രോഗ്രാമാണ്. 1 ലക്ഷം രൂപ 30 ദിവസം കൊണ്ട് വരുമാനം വാങ്ങണം. അതിന്റെ പിക്കെല്ലാം നേരത്തെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ്. ഇന്ന് ഒരു പ്രാവശ്യം കൂടി ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. 30 days ഇൻകം 1 lakh rupees. ഇത്രേ ഉള്ളൂ. അതും നമ്മുടെ സുജമോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ബിഗ് കൺഗ്രാറ്റുലേഷൻ സുജമോൾ. അതെ, സുജമോൾ ഇവിടെ താരമാകാൻ വേണ്ടി പോവാ. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. സുജമോൾ ആയിരിക്കും അടുത്ത ഈ ലേഡീസിനെല്ലാം വെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ കോടീശ്വര പദവിയിലേക്ക് അടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ഗ്രേറ്റ് ലീഡർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 ട്രിപ്പ്. അതായത് 30 days ഇൻകം.
അതായത് മാർച്ച് 11-ാം തീയതി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം. മാർച്ച് 11-ാം തീയതി സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ 30 ഡേയ്സ് ഇൻകം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ 28-ലുണ്ട്. 28ാമത് എ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാൻ പറ്റും. ആർക്കൊക്കെ 1 ലക്ഷം രൂപ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അവർക്കെല്ലാം സൗജന്യമായിട്ട് 2 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് 1 രൂപ നിങ്ങൾ മുടക്കണ്ട, കേട്ടില്ലേ? ആ രീതിയിലേക്കാണ് നമ്മുടെ ടീമിനെ വളരെ. ഇനി അത് കഴിയുമ്പോൾ അടുത്ത ഓഫർ വരുന്നുണ്ട്. അത് ഇത് കഴിയട്ടെ, അപ്പൊ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. വിജയിക്കുന്നതോടൊപ്പം നമ്മൾ ആഹ്ലാദിക്കാനും അല്ലെ ആനന്ദിക്കാനുള്ള അവസരവും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു 100 ഡേയ്സ് അല്ലെ ഒരു 100 ഡേയ്സ് മിഷൻ നിങ്ങൾ തയ്യാറാക്കണം. ഇന്നലെ അവിടെ വന്ന് പോയി നല്ല ആവേശമാണ്, ചുട്ടുപഴുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചുട്ടുപഴുത്ത കാര്യം പിന്നെ മനസ്സിനെ വെള്ളത്തിൽ മുക്കിയ എല്ലാം വെള്ളത്തിൽ മുക്കി കുഴപ്പമില്ല, വെള്ളത്തിൽ മുക്കിയാൽ തീരൂല. വെള്ളത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്യണം? അത് അടിച്ച് പരത്തണം. അങ്ങോട്ട് അടിച്ച് പരത്തുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധമാക്കി മാറ്റുന്നത് പോലെ ആ കാര്യം പേര് ചുട്ടുപഴുത്തിട്ട് വന്നിട്ടുണ്ട്, വെള്ളത്തിൽ മുക്കി കുഴപ്പമൊന്നുമില്ല, അതിനെ അടിച്ച് പരത്തണം. ആരാണ് അടിച്ച് പരത്തേണ്ടത്? നിങ്ങളെ അപ്ലൈൻ ലീഡേഴ്സ് അല്ലേ? ഭഗത് സാർ ടീമിനെ കൊണ്ടത് ഭഗത് സാർ അടിച്ച് പരത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധമാക്കി മാറ്റണം. അവരെ അടിച്ച് പരത്തിക്കൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങണം. ഇന്ന് മുതൽ ഫീൽഡിലായിരിക്കണം. ഒരു ദിവസം ഒരു സെയിൽ എടുക്കാതെ ഞാൻ വീട്ടിലേക്ക് കടന്നു വരില്ല എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. എല്ലാവരോടും പറയുന്നു, അടുത്ത 100 ഡേയ്സ് 100 ദിവസം 100 സെയിൽ എടുക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിൽ വലിയൊരു ഇൻകം നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും. ആ രീതിയിലേക്ക് നിങ്ങൾ ടീമിന് വേണ്ടുന്ന സന്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ഒരു ദിവസം ഒരു സെയിൽ മതി. നിങ്ങളുടെ ടീമിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരും ഓരോ സെയിൽ എടുത്താൽ നിങ്ങൾക്ക് ഒരു ദിവസം 100 സെയിൽ വരും. സുഹൃത്തുക്കൾ 50 പേരുടെ ടീമാണ് ഇല്ലേ? ആ രീതിയിലേക്ക് ടാർഗറ്റ് ബേസ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓരോ ലീഡേഴ്സും അതിനെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഫീൽഡ് 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 അല്ലെ? സീ മോർ പീപ്പിൾ സീ മോർ പീപ്പിൾ സീ മോർ പീപ്പിൾ ഇത്രേ ഉള്ളൂ. ഇതൊരു 2-3 വർഷം ചെയ്താൽ മതി. നമുക്ക് ചിന്തിക്കാത്ത രീതിയിൽ ഗ്രോത്തിലേക്ക് 1 കോടിയിൽ നമ്മുടെ മഹറ്റോറിയത്തിൽ വരുമ്പോൾ സ്വപ്നം തന്നെ 1 year 1 CR എന്നൊക്കെ സ്വപ്നം കണ്ടു വന്നതാണ്. ഇന്നൊരു വർഷം 161 കോടിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മുടെ ഇല്ലേ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു പോയി. ഇപ്പൊ എല്ലാവരും മൈൻഡ് മാറി. 161 കോടി എന്നാണ് എല്ലാവരും പറയാൻ തുടങ്ങിയത്. ആ 161 കോടിയിലേക്ക് നമുക്ക് എത്തുന്ന ഒരു ദിവസം വിദൂരമല്ല, ഒരു സംശയവും വേണ്ട. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 100 പേരുടെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. അതാണ് അഭിലാഷ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. 100 പേരുടെ ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട് അല്ലെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആവേശത്തോടെ കൂടി കുതിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു റോക്കറ്റ് വേഗതയിൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അതിനുള്ള ഊർജ്ജവും ശക്തിയും അനുഗ്രഹവും ഈശ്വരാധീനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നലത്തെ അവിടെ പ്രോഗ്രാം വിജയിപ്പിച്ച നമ്മുടെ ഗ്രേറ്റ് ലീഡർ സുരേഷ് സാർ, അതേപോലെ തന്നെ വിനോദ് സാർ, ഡാനി സാർ, അതേപോലെ തന്നെ മറ്റെല്ലാ ബെന്നി സാർ, ഷായ് സാർ, അതുപോലെ എല്ലാവർക്കും പ്രത്യേകം 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 ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്. താങ്ക് യു സാർ, താങ്ക് യു.